നമസ്കാരം. ഇന്ന് നമുക്കിനി പഠിക്കാനുള്ളത് പേഴ്സണാലിറ്റി ഡിസോർഡറിനെ പറ്റിയാണ്. അപ്പോൾ FCC എന്ന് പറയുന്ന ക്ലാസിഫിക്കേഷനിലാണ് ഇത് വരുന്നത്. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും ക്ലസ്റ്റർ എ, അതേപോലെ തന്നെ ക്ലസ്റ്റർ ബി, അതേപോലെ ക്ലസ്റ്റർ സി, മൂന്ന് പേഴ്സണാലിറ്റി പേഴ്സണാലിറ്റി ഡിസോർഡർ ക്ലാസ് ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഓരോന്നിൻ്റെ പ്രത്യേകത എന്താണ് എന്ന് കൂടി ഒന്ന് മനസ്സിലാക്കിക്കൊള്ളുക. അപ്പോൾ ആദ്യത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലസ്റ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഡ് ആൻഡ് എക്സെൻട്രിക് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഒറ്റപ്പെട്ട ബിഹേവിയർ ആയിരിക്കും മിക്കവാറും ഇവർ കാണിക്കുന്നത്. സാധാരണ നമുക്ക് കോമൺ ആയിട്ട് കാണാൻ പറ്റാത്ത ആ, ഒരു ഒരു രീതിയിലുള്ള ഒരു ബിഹേവിയർ ആയിരിക്കും അവർ കാണിക്കുന്നത്. ദെൻ ബി എന്ന് പറയുമ്പോൾ അത് ഡ്രമാറ്റിക് ആണ്. ഒരു അറ്റൻഷൻ സീക്കിംഗ് ബിഹേവിയർ ആയിരിക്കും ഇവർ കോമൺ ആയിട്ട് കാണിക്കുന്നത്. ഇവർക്കൊരു സെൽഫ് ലവ്, ഒരു സെൽഫിഷ് ആണ് എന്ന് പറയുന്ന ഒരു രീതിയിലുള്ള ഒരു സാഹചര്യമായിരിക്കും ഇവർ പലപ്പോഴും എക്സ്പ്രസ് ചെയ്യുന്നത്. ദെൻ ടൈപ്പ് സി അല്ലെങ്കിൽ ക്ലസ്റ്റർ സിയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴും ഒരു ആൻഷ്യസ് ബിഹേവിയർ ആയിരിക്കും. ആൻസൈറ്റി അല്ലെങ്കിൽ ഒരു ഫിയർഫുൾ ബിഹേവിയർ ആയിരിക്കും ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഓരോന്നിനെ പറ്റി നമുക്ക് വ്യക്തമായിട്ട് പറയാം. കേൾക്കാമല്ലോ സുനിൽ? ഓരോന്നിനെ പറ്റി നമ്മൾ കുറച്ച് ഡെപ്തായിട്ട് പറയുകയാണ്. ആദ്യത്തെ കേസ് ക്ലസ്റ്റർ എ അല്ലെങ്കിൽ ഓഡ് എക്സെൻട്രിക് ക്യാരക്ടറിനെ പറ്റിയാണ് പറയുന്നത്. ഇതിനെ ഷിസോഫ്രീനിക് കണ്ടിന്യൂം എന്ന് പറയും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പേഴ്സണാലിറ്റി ഉള്ള ആൾക്കാർക്ക് ഷിസോഫ്രീനിയ എന്ന് പറയുന്ന കണ്ടീഷനിലേക്ക് പോകാനുള്ള റിസ്ക് ഇത്തിരി കൂടുതലാണ് എന്നർത്ഥം. ഇപ്പോൾ പാരനോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ നമുക്കറിയാം. പാരനോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംശയമാണ്. സംശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ എപ്പോഴും വരുന്ന പാർട്ണറെ സംശയിക്കുക എന്നുള്ളതാണ്. അങ്ങനെയല്ല, മൊത്തത്തിൽ എല്ലാ കാര്യങ്ങളിലും സംശയം എന്ന് പറയുന്ന ഒരു സാഹചര്യമാണ്. വളരെ സെൻസിറ്റീവ് ആണ്, ഒന്നും വിട്ടുകൊടുക്കാത്ത ആർഗ്യുമെൻറ്റേറ്റീവ് ആയിട്ടുള്ള ബിഹേവിയർ ആയിരിക്കും കാണിക്കുന്നത്. അതേസമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷിസോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു പാസീവ്, അലൂഫ്, ഡേ ഡ്രീമിങ്, ഇമോഷണൽ കോൾനെസ് അങ്ങനെയുള്ള ഒരു ബിഹേവിയറാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് എന്താണ് ഉദ്ദേശിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യങ്ങളിലും അവർ ആക്റ്റീവ് അല്ല. രണ്ടാമത് അവർ ഈ പറഞ്ഞ സ്വപ്നജീവികൾ എന്ന് നമ്മൾ പറയത്തില്ലേ, ഏഹ് അവരവരുടെ സ്വപ്നത്തിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ബാക്കിയുള്ള കാര്യങ്ങളിലൊന്നും ഇടപെടുന്നില്ല. ഒരു വിഷമമുള്ള ഒരു കാര്യം നമ്മൾ ചെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരാളുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഒരു പ്രതികരണം ഉണ്ടല്ലോ, അത് അവരിൽ നിന്ന് കിട്ടത്തില്ല. ഒരു തണുപ്പം പ്രതികരണമായിരിക്കും കിട്ടുന്നത്. ഇപ്പം ഏകദേശം ഒരു ഉദാഹരണം കിട്ടിയല്ലോ. ഇനി അടുത്തത് ഷിസോട്ടിപ്പൽ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നുള്ളതാണ്. അപ്പോൾ അതിനകത്ത് ഇതൊരു ഓഡ് തിങ്കിങ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും ചിന്തിക്കാത്ത രീതിയിൽ ചിന്തിക്കുന്നു. അതിനെ നമുക്ക് മാജിക്കൽ തിങ്കിങ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ദിവസം നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ വെളിയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഒരു ആ, ഒരു സെക്കൻഡ്. അപ്പോൾ എന്താണ് ഷിസോട്ടിപ്പൽ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവർ തിങ്കിങ് അല്ലെങ്കിൽ മാജിക്കൽ തിങ്കിങ് ആണ്. നമ്മൾ വെളിയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഒരു പൂച്ചയെ കണ്ടു. പൂച്ചയെ കണ്ട് ആ യാത്ര നമ്മൾ അവസാനിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ നേടിയെടുക്കാൻ പോകുന്ന കാര്യം സംഭവിക്കില്ല എന്നുള്ള ഒരു സൂചനയാണ് ഈ പൂച്ചയെ കണ്ടതിൽ നിന്ന് നമുക്കുണ്ടാവുന്നതെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ അത്തരത്തിൽ ചില ആൾക്കാർക്കൊക്കെ അങ്ങനെയുള്ള ചിന്തകളൊക്കെ ഉണ്ടാകാം. അത്തരത്തിലുള്ള ചിന്തകൾ വളരെ കൂടുതലുള്ള ഒരു പേഴ്സണാലിറ്റി ഡിസോർഡറാണ് ഷിസോട്ടിപ്പൽ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത്. അതിനെ നമ്മൾ മാജിക്കൽ തിങ്കിങ് എന്ന് കൂടി പറയും. മനസ്സിലായല്ലോ? ഇനി അടുത്തായിട്ട് പറയാനുള്ളത് നമ്മൾ ക്ലസ്റ്റർ ബിയിലേക്കാണ്. അവിടെ ഡ്രമാറ്റിക് ആൻഡ് ഇമോഷണൽ എറാറ്റിക് ബിഹേവിയർ ആണ് കാണിക്കുന്നത്. ഒരു സൈക്കോപ്പത്തിക് കണ്ടിന്യൂം അതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. മറ്റേ അത്രയും ഒരു സിവിയർ ഫോം അല്ല, എങ്കിലും ഇതുകൊണ്ട് ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഇതുകൊണ്ട് ഉണ്ടാകുന്ന എഫക്റ്റ് വളരെ കൂടുതലാണ്. ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ. ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മോണി, നമ്മൾ ഒരു ടൈപ്പ് പറഞ്ഞിട്ടുണ്ട്, അതൊന്ന് കേട്ടോണേ. ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് അഗ്രസീവ് ആയിട്ടുള്ള പേഴ്സണാലിറ്റി ആയിരിക്കും, അല്ലേ? ദെൻ സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് ഒരു തരത്തിലും കാണില്ല. റൂൾ ബ്രേക്കേഴ്സ് ആയിരിക്കും. നമ്മളിപ്പോൾ ഈ ഉത്സവ സ്ഥലങ്ങളിലൊക്കെ ആടി നടക്കുക. ഇന്ന് പത്രത്തിൽ കണ്ടല്ലേ, ഉത്സവ സ്ഥലത്ത് വെച്ച് ഒരു 18 വയസ്സുള്ള ഒരു പയ്യനെ ആൾക്കാർ തല്ലിക്കൊന്നു. ഒരു മൂന്നാല് പേർ ചേർന്ന് തല്ലിക്കൊന്നു.
അപ്പം ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടിപ്പിക്കൽ ആൻറ്റി സോഷ്യൽ ബിഹേവിയറാണ്. ദെൻ ഹിസ്റ്റീരിയോണിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അറ്റൻഷൻ സീക്കിംഗ് ബിഹേവിയറാണ്, ഡ്രമാറ്റിക്കാണ്. 4 പേര് കൂടുന്നിടത്ത് ആളാവാൻ വേണ്ടി ശ്രമിക്കും, ഷോ കാണിക്കാൻ വേണ്ടി ശ്രമിക്കും, അല്ലേ? അപ്പോൾ ആ ഒരു സംഭവത്തെയാണ് ഹിസ്റ്റീരിയോണിക് പേഴ്സണാലിറ്റി ഡിസോർഡർ. ഇതാണ് നമ്മൾ HCR എന്ന് പറയുന്ന ഹിസ്റ്റീരിക് കൺവെൻഷണൽ റിയാക്ഷൻ. അപ്പോൾ അവർ ഒരു അപസ്മാരം വരുന്ന രീതിയിൽ ആക്ട് ചെയ്യുന്നു. അപ്പോൾ ആൾക്കാർ കൂടുതൽ ശ്രദ്ധിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. പിന്നെ അടുത്തൊരു അവസ്ഥയാണ് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ. ഇത് വളരെ സെൽഫിഷ് ആയിട്ടുള്ള ബിഹേവിയർ ആയിരിക്കും കാണിക്കുന്നത്. സ്വയം പൊക്കി പറഞ്ഞുകൊണ്ടിരിക്കുക, പിന്നെ എന്തെങ്കിലും അവരെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ ചെറിയ രീതിയിൽ പറഞ്ഞാൽ പോലും അത് ഹട്ട് ചെയ്യുക. എല്ലാം സെൽഫ് ഫോക്കസ്ഡ് ആയിട്ടായിരിക്കും ഇവർ മുന്നോട്ട് പോകുന്നത്. ഇനി അടുത്തൊരു കേസ് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറാണ്. ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇമ്പൾസീവാണ്. ഒരു ചെറിയ കാര്യം പറഞ്ഞാൽ മതി, പെട്ടെന്ന് അങ്ങ് ഫീലാവും. നമ്മുടെ കൂട്ടത്തിലും അത്തരത്തിലുള്ള ആൾക്കാരുണ്ടാവും. പിന്നെ ഒരു ഒപ്റ്റിമിസ്റ്റിക് ആയിരിക്കില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഒന്നിനും കൊള്ളില്ല, എന്നെ കൊണ്ടൊന്നും നടക്കില്ല. അത്തരത്തിലുള്ള നെഗറ്റീവ് തോട്ടായിരിക്കും ഇവരുടെ ചുറ്റും കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. മനസ്സിലായല്ലേ? അപ്പോൾ ഈ 4 പേഴ്സണാലിറ്റി ഈ ക്ലസ്റ്റർ ബിയിലാണ് വരുന്നത്. ആൻറ്റി സോഷ്യൽ എന്താണെന്നറിയാം, ഹിസ്റ്റീരിയോണിക് എന്താണെന്നറിയാം, നാർസിസിസ്റ്റിക് അറിയാം, അതേപോലെ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ അറിയാം. ക്ലിയർ ആയോ? മനസ്സിലായോ? മനസ്സിലായി സർ. ഓക്കെ. ഇനി നമ്മൾ പോകുന്നത് ക്ലസ്റ്റർ സിയിലേക്കാണ്. ക്ലസ്റ്റർ സിയിലേക്ക് പോകുമ്പോൾ അത് ആൻഷ്യസ് ബിഹേവിയർ ആണ് കൂടുതൽ കാണിക്കുന്നത്, ഇൻട്രോവേർഷൻ ആണ് എന്ന് ഞാൻ പറഞ്ഞു. അതിനകത്ത് ഒന്നാമത്തെ അവോയ്ഡൻറ്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയും. അപ്പം എവിടെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ നമ്മളെ കുറ്റപ്പെടുത്തും, നമ്മളെ കളിയാക്കും, നമ്മളെ നാണം കെടുത്തും, ഈ പറഞ്ഞ ഒരു രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർ സ്വാഭാവികമായിട്ടും കല്യാണ ഫംഗ്ഷനോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള 4 പേര് കൂടുന്ന സ്ഥലങ്ങളിലോ പോകാതെ നിൽക്കും. അതിനെയാണ് അവോയ്ഡൻറ്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത്. അടുത്തത് ഡിപ്പെൻഡൻറ്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയും. അയാൾക്ക് എന്ത് ചെയ്യാനും കൂടെ ഒരാൾ വേണം. ഒരു സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കാൻ പറ്റാത്ത വളരെ സബ്മിസീവായിട്ടുള്ള ഒരു ബിഹേവിയർ ആയിരിക്കും കാണിക്കുന്നത്. എന്ത് കാര്യത്തിന് പുറത്തേക്ക് ഇറങ്ങിയാലും നമ്മൾ ചിലപ്പോൾ ഈ പറയുന്ന ചില വൈഫുമാരെ അങ്ങനെ പറയും, അവർ സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല, അവരുടെ കൂടെ ആ ആ പാർട്ട്ണർ ഉണ്ടെങ്കിൽ മാത്രമേ കാര്യങ്ങൾ ചെയ്യത്തുള്ളൂ. അത് ചിലപ്പം അവരങ്ങനെ ജീവിതകാലം മുഴുവൻ അത്തരത്തിലുള്ള എക്സ്പീരിയൻസ് വന്നതുകൊണ്ടാവാം. അപ്പം അതിനെ ഡിപ്പെൻഡൻറ്റ് പേഴ്സണാലിറ്റി എന്ന് പറയാം. അപ്പോൾ അത് ഡിസോർഡർ ആകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കാര്യങ്ങളിൽ അതൊരു പാനിക് സിറ്റുവേഷനിലേക്ക് പോകുന്നു. ഒറ്റയ്ക്ക് ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത് അയാൾ പാനിക്കാവുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുമ്പോഴാണ് അതൊരു ഡിസോർഡറായി മാറുന്നത്. ഇനി അടുത്ത് ഒബ്സസീവ് കമ്പൽസീവ് ആണ്. നമ്മളെപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഒരു പെർഫെക്ഷനിസ്റ്റ് ആണ്. മനസ്സിലായത്? ഒരു പൂർണ്ണതയോടുകൂടി ചെയ്യണം എന്നുള്ളതാണ് ഇവരുടെ ആഗ്രഹം. ഇപ്പോൾ ഒരു കാര്യം അത് ഈ പെർഫെക്ഷനിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു കാര്യം പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഒരു തൃപ്തി വരത്തില്ല, വീണ്ടും അത് പഠിക്കും. അതുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ വായിച്ച് വായിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കും. പ്രശ്നം എന്താണ്? സിലബസ് വാസ്റ്റാണ്. ഇത് മൊത്തം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ ഈ ഒരു രീതിയിൽ പോയി കഴിഞ്ഞാൽ? ദെൻ അടുത്തൊരു ഇവരുടെ ഒരു ബിഹേവിയറാണ് പാസീവ് അഗ്രഷൻ. പാസീവ് അഗ്രഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല. ഇപ്പോൾ നമ്മൾ ഡ്യൂട്ടിയിൽ നിൽക്കുന്ന സമയത്ത് ഇൻചാർജ് വരുന്നു. ഇൻചാർജ് വന്നതിന് ശേഷം നല്ല തിരക്ക് നിൽക്കുന്ന സമയത്ത് ഇൻചാർജ് വന്നതിന് ശേഷം കുറച്ച് ബുക്ക് ഇങ്ങനെ എടുത്ത് വെച്ചേച്ച് പറഞ്ഞു, ഇതൊന്ന് പൊതിഞ്ഞ് വെച്ചേക്കണേന്ന്. നമ്മളൊന്നും മിണ്ടുന്നില്ല, അവരെ ഒരു നോട്ടം നോക്കി. ഇതാണ് പാസീവ് അഗ്രഷൻ. നമ്മൾ വല്ലതും പറഞ്ഞില്ല, പിടിയില്ലേ? പക്ഷെ ആ നോട്ടത്തിനകത്തെല്ലാം ഉണ്ടായിരുന്നു. ആ ഒരു ടൈപ്പ്. ദെൻ മെലങ്കോളിക് പേഴ്സണാലിറ്റി, അതൊരു ഡിപ്രസീവ് പേഴ്സണാലിറ്റിയാണ്. ഒട്ടും ഉണർന്നു വരാതെ ഡിപ്രഷൻ എന്താന്നുള്ള കാര്യം അറിയാം, അവർക്ക് തന്നെ വർത്ത്ലെസ്നെസ്, ഹെൽപ്ലെസ്നെസ്, ഹോപ്പ്ലെസ്നെസ്, ആ ഒരു അവസ്ഥ നിലനിൽക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലിവിങ് ADL പോലും ചെയ്യാതെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ഇത് സാധാരണയായിട്ട് കണ്ടുവരുന്നത് സബ്സ്റ്റൻസ് അബ്യൂസ് ഹിസ്റ്ററി ഉള്ള ആൾക്കാർക്ക് കാണാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സാർ അതൊന്നും കൂടി പറയോ? ലാസ്റ്റ് ഏതാണ്? ലാസ്റ്റ് ഇപ്പൊ പറഞ്ഞില്ല, അതൊന്നുകൂടി പറയോ സാർ? മനസ്സിലായി. മെലങ്കോളിക് പേഴ്സണാലിറ്റി. ആ. മെലങ്കോളിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിപ്രഷനാണ്. ഉം. അപ്പോൾ ഓൾറെഡി അവർ ഡിപ്രസീവ് എക്സ്പീരിയൻസിലൂടെ കടന്നു പോയിട്ടുള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ ഡിപ്രഷൻ എന്ന് പറയുന്ന സാഹചര്യത്തിൽ അറിയാമല്ലോ, അവർക്ക് എന്താണ് വർത്ത്ലെസ്നെസ്, ഹെൽപ്ലെസ്നെസ്, ഹോപ്പ്ലെസ്നെസ്,
ഈ ഒരു രീതിയിലൂടെ കടന്നു പോകുന്നതാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലിവിങ് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ രാവിലെ എഴുന്നേൽക്കുക, കുളിക്കുക, ജോലിക്ക് പോവുക, കുട്ടികളുടെ കാര്യങ്ങൾ നോക്കുക, ഇതൊന്നും ചെയ്യാത്ത ഒരു സാഹചര്യം. പിടിയിട്ടില്ലേ? അപ്പം ഇത്തരത്തിലുള്ള ഇൻസിഡൻസ് കൂടുതലായിട്ട് കണ്ടുവരുന്നത് ഏതെങ്കിലും തരത്തിലുള്ള സബ്സ്റ്റൻസ് അബ്യൂസിൻ്റെയൊക്കെ ഹിസ്റ്ററി ഉള്ള ആൾക്കാർ തിരിച്ച് ജീവിതത്തിലേക്ക് വരുന്നതിന് വരുന്നതിൻ്റെ ഇടയിലുള്ള ഒരു ട്രാൻസിഷൻ സ്റ്റേജ് ഉണ്ട്. ആ ഒരു ഗ്യാപ്പിലാണ് ഇത്തരത്തിലുള്ള ബിഹേവിയർ കാണിക്കുന്നത്. ക്ലിയർ ആയോ? ക്ലിയർ ആയി സർ. ഓക്കെ. ഇനി കുറച്ച് ടിപ്പിക്കലായിട്ടുള്ള ബിഹേവിയർ ഉണ്ട്. അതിനകത്ത് ഇമ്പൾസ് കൺട്രോൾ ഡിസോർഡേഴ്സ് എന്ന് നമ്മൾ പറയും. കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഉണ്ട് സർ, കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ ഈ ഇതൊന്ന് മാറ്റിയിട്ടേക്കാം. ഓക്കെ. ഇമ്പൾസ് കൺട്രോൾ ഡിസോർഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈറോമാനിയ, പതോളജിക്കൽ ഫയർ സെറ്റിംഗ്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, മണിച്ചിത്രത്താഴ് സിനിമ കാണുന്ന സമയത്ത് നമ്മൾ ആ ഒരു തറവാട്ടിൽ എത്തിച്ചേരുമ്പോൾ ആദ്യം കാണുന്ന ഒരു സീൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരെല്ലാവരും കൂടെ നിൽക്കുന്ന ഒരു സ്ഥലത്ത് പെട്ടെന്ന് തീ കത്തുന്നതായിട്ട് കാണും. മനസ്സിലായല്ലേ? അപ്പോൾ എന്താ കാര്യമെന്ന് നമുക്കൊന്നും പിടിയിട്ടത്തില്ല. അപ്പോൾ അതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തെ പേഷ്യൻ്റ് ആരാണോ അല്ലെങ്കിൽ ഇതിനകത്തെ ആ ഒരു ഡിസോർഡർ ഉള്ള വ്യക്തി ഇത്തരത്തിലുള്ള ഒരു ഫയർ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ബാക്കിയുള്ളവരുടെ അറ്റൻഷൻ എല്ലാം വേറൊരു ഭാഗത്തേക്ക് ഫോക്കസ് ചെയ്യപ്പെടുന്ന സമയത്ത് അയാൾ അത് കത്തിക്കുന്നു. പിടിയിട്ടില്ലേ? ഇതിനെയാണ് പത്തോളജിക്കൽ ഫയർ സെറ്റിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലേ? ഇതിനെ ഇത്തരത്തിലുള്ള പേഴ്സണാലിറ്റിയെ നമ്മൾ പൈറോമാനിയ എന്ന് പറയും. ഇനി അടുത്തൊരു സാഹചര്യമുണ്ട്, പത്തോളജിക്കൽ സ്റ്റീലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലെപ്റ്റോമാനിയ. ഇപ്പോൾ സാമ്പത്തികമായിട്ട് ഉന്നതമായ നിലയിൽ നിൽക്കുന്ന വ്യക്തിയായിരിക്കും, പക്ഷേ അവിടുത്തെ ആ ഒരു വീട്ടിലെ കുട്ടിയാണെന്ന് കരുതുക. സാമ്പത്തികത്തിന് ഒരു പ്രശ്നവുമില്ല, പക്ഷെ ഇയാൾക്ക് ഈ പേഴ്സ് വളരെ ഇഷ്ടമാണ്. പേഴ്സിലെ പൈസയല്ല, പേഴ്സ് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് പേഴ്സ് എവിടെ കണ്ടു കഴിഞ്ഞാലും എടുത്തോണ്ട് പോകും, ചോദിക്കാതെ എടുത്തോണ്ട് പോകും. പിടിയോ? ഇതിനകത്ത് ഈ പേഴ്സിനോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഈ സംഭവം നടക്കുന്നത്. ഇതിനെയാണ് പതോളജിക്കൽ സ്റ്റീലിംഗ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റിനോടുള്ള ഇഷ്ടം അല്ലേ? ആ ഇഷ്ടമാണ്. ആ ഇഷ്ടം കൂടുന്നതിന്റെ ഫലമായിട്ടാണ് ഇദ്ദേഹം അത് മോഷ്ടിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നത്. മനസ്സിലായല്ലേ? അപ്പം നമ്മൾ അതിൻ്റെ ഈ പതോളജിക്കൽ സ്റ്റീലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മോഷണം ചെയ്യുന്നതിനൊരു ഉദ്ദേശമുണ്ട്. എന്താണ്? അതിനകത്ത് പൈസ കിട്ടി, ആ പൈസ ഉപയോഗിച്ച് ജീവിക്കുക, അല്ലെ ആ പൈസ ഉപയോഗിച്ച് എന്തെങ്കിലും മേടിക്കുക. ഈ ഉദ്ദേശമായിരിക്കണമെന്നില്ല ഈ വ്യക്തിയിൽ സംഭവിക്കുന്നത്. ക്ലിയർ ആയല്ലേ? ഒരു കള്ളൻ വീട്ടിൽ കയറി മോഷ്ടിക്കുന്ന ഒരു ഉദ്ദേശമുണ്ട്, ആ ഉദ്ദേശമായിരിക്കില്ല ഇവിടെ വർക്കാവുന്നതെന്ന് അർത്ഥം. പിടിയോ? ഇനി അടുത്ത ട്രിക്കോട്ടില്ലോമാനിയ. ട്രിക്കോട്ടില്ലോമാനിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെയർ പുള്ളിങ് ഔട്ട് ഡിസോർഡർ ആണ്. നമ്മുടെ ശരീരത്തിലെ രോമങ്ങൾ ഇങ്ങനെ പിഴുത് പിഴുത് മാറ്റുന്ന ഒരു ശീലം, ഒരു സ്വഭാവം. മനസ്സിലായല്ലേ? ഇതിനെയാണ് ട്രിക്കോട്ടില്ലോമാനിയ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണ്? ഇനി അടുത്ത കമ്പൽസീവ് ബൈയിങ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. കമ്പൽസീവ് ബൈയിങ് എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, ഒനിയോമാനിയ എന്നാണ് അതിനെ പറയുന്നത്. ഇപ്പം നമ്മൾ ചില സ്ത്രീകളുമായിട്ട് ഷോപ്പിങ്ങിനൊക്കെ പോയി കഴിഞ്ഞാൽ വേണ്ടതും വേണ്ടാത്തതും എല്ലാം വലിച്ചു വാരി മേടിച്ചു വെക്കും. മനസ്സിലായല്ലേ? ഇത് എന്തിനാണെന്ന് പോലും അറിഞ്ഞൂടാ. പിടിയിട്ടില്ലേ? ഇങ്ങനെ ഒരു ആ ഒരു ബൈയിങ്ങിൽ ഒരു സന്തോഷം കണ്ടെത്തുന്ന ഒരു പ്രതീതിയുണ്ട്. അതും ഒരു കണ്ടീഷനാണ്. അതിനെയാണ് ഒനിയോമാനിയ എന്ന് പറയുന്നത്. പിടിയിട്ടോ? ഓക്കെ. ഇനി അടുത്തതായിട്ടുള്ളത് MRനെ പറ്റിയാണ് പറയാനുള്ളത്. MR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാം, മെൻ്റൽ റിട്ടാർഡേഷൻ ആണ്. നമ്മൾ F60 നിന്ന് F70 എത്തുകയാണ്. തീർച്ചയായിട്ടും ഇവിടെ IQ ലെവൽ കുറവുള്ള ഒരു സാഹചര്യമാണ്. IQ ലെവൽ നോർമലായിട്ട് 90 to 114 എന്ന് പറയുന്ന ലെവലിൽ നിൽക്കേണ്ട സാഹചര്യത്തിൽ അത് 70 താഴെ പോവുകയാണ്. നമ്മളൊരു 70 തൊട്ട് 90 വരെ ബോർഡർ ലൈൻ എന്നുള്ള രീതിയിൽ പറയും. പക്ഷേ 70 താഴേക്ക് പോയി കഴിഞ്ഞാൽ MR ആണ്. അത് തന്നെ 50നും 70നും ഇടയ്ക്കാണെങ്കിൽ അത് മൈൽഡ് MR എന്ന് പറയും. 85% ആൾക്കാർ ഈ ഒരു ലെവലിലാണ് നിൽക്കുന്നത്. ഇവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവനൊരു 6ാം ക്ലാസ്സുകാരൻ്റെ ബുദ്ധിയെ കാണത്തുള്ളൂ. 5 തൊട്ട് 6ാം ക്ലാസ് ആ ഒരു സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന കുട്ടിയുടെ ബുദ്ധിയെ കാണത്തുള്ളൂ. അപ്പോൾ അവനെ ഡീൽ ചെയ്യുന്ന സമയത്ത് ആ ഒരു ലെവലിൽ ഡീൽ ചെയ്യണം. വലിയ 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 കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് ചെയ്യിച്ചെടുക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കരുത്. നമുക്കൊരു കാര്യം അറിയാം. ഇപ്പോൾ 6ാം ക്ലാസ്സുകാരന് നമ്മുടെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ
ചില കാര്യങ്ങൾ പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കാനും ചില കാര്യങ്ങൾ ഏൽപ്പിക്കാനും ഒക്കെ അവൻ്റെ ബൗണ്ടറി എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ ആ ബൗണ്ടറിക്ക് അപ്പുറത്തേക്ക് ഒരു മാനസിക വളർച്ച ഈ കുട്ടികൾക്ക് ഉണ്ടാവില്ല എന്നർത്ഥം. എഡ്യൂക്കബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പല കാര്യങ്ങളും പഠിപ്പിച്ചെടുക്കാം. അവൻ്റെ സ്വന്തം കാര്യങ്ങൾ ചെയ്യുന്ന രീതിയിൽ നമുക്ക് ചിലപ്പോൾ കാര്യങ്ങൾ പഠിപ്പിച്ചെടുക്കാം. 5ാം ക്ലാസ് വരെയുള്ള പാഠപുസ്തകങ്ങളും പഠിപ്പിച്ചെടുക്കാം. പിടിയില്ലയോ? പിടികിട്ടി സർ. അതേസമയം മോഡറേറ്റ് ആകുമ്പോഴത്തേക്ക് ഐക്യു താഴോട്ട് പോയി വീണ്ടും 35 തൊട്ട് 50 വരെയാണ് നിൽക്കുന്നത്. ഏകദേശം 10% അതിൻ്റെ ഇൻഷുറൻസ് റേറ്റ്. ട്രെയിനബിൾ ആണ്. ട്രെയിനബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ അധികം പരിശീലനം കൊടുത്ത് പല്ല് തേക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ പഠിപ്പിക്കും. 2ാം ക്ലാസ്സുകാരൻ്റെ ബുദ്ധി വരെ വരത്തുള്ളൂ. പിടികിട്ടിയോ? ക്ലിയർ ആണോ? ക്ലിയർ ആണ് അവൻ്റെ സർ. അവൻ്റെ കാര്യങ്ങൾ ചെയ്യുന്ന ലെവലിലേക്ക് എത്തിക്കും. ഇനി അടുത്തത് 20നും 35നും ഇടയിലുള്ളതാണ്. അളവ് വീണ്ടും കുറഞ്ഞു. 3% ഉള്ളൂ. സിവിയർ ഫോം ഓഫ് MR ആണ്. ഡിപ്പെൻഡൻ്റ് ആണ്. അവൻ്റെ കാര്യങ്ങൾ പല കാര്യങ്ങളും 1-2 കാര്യങ്ങൾ ചിലപ്പോൾ നമുക്ക് ചെയ്യിക്കാൻ പറ്റിയെന്നിരിക്കും. പക്ഷേ പല കാര്യങ്ങളും നമ്മൾ തന്നെ ചെയ്തു കൊടുക്കേണ്ട സാഹചര്യമാണ്. മനസ്സിലായല്ലേ? ദെൻ അടുത്തത് ലെസ് ദാൻ 20% ആണ്. ഈ സിവിയർ ഫോം എന്ന് വെച്ച് കഴിഞ്ഞാൽ 1ാം ക്ലാസ്സുകാരനിൽ താഴെയുള്ള ബുദ്ധിയേ ഉള്ളൂ. ഒന്നെന്ന് പറയാൻ പറ്റില്ല. പേടിയിട്ടില്ലേ? ദെൻ ലെസ് ദാൻ 20% എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഫൗണ്ട് ആണ്. പ്രൊഫൗണ്ട് എന്ന് പറഞ്ഞാൽ ലൈഫ് സപ്പോർട്ട്. പൂർണ്ണമായിട്ടും അവന് സപ്പോർട്ട് ആവശ്യമാണ്. ഒരു ചെറുവിരൽ അനക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. മനസ്സിലായല്ലേ? കൈ അനങ്ങുന്നില്ല എന്നുള്ളതല്ല, ലോജിക്കില്ല. മനസ്സിലായല്ലേ? ചിലപ്പോൾ അപ്പുറത്ത് ഒരു മെഴുകുതിരി കത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതിലേക്ക് കൊണ്ടുപോയി കൈ വെച്ച് കൊടുക്കും. ഒന്ന് ചിന്തിച്ച് നോക്കുക. മനസ്സിലായല്ലേ? ഇതാണ് ലൈഫ് സപ്പോർട്ട്. ഓക്കെ, അപ്പോൾ അതാണ് പ്രൊഫൗണ്ട്. ധാരണ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ദെൻ എറ്റിയോളജി. എറ്റിയോളജി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഡൗൺ സിൻഡ്രോം പോലുള്ള സാഹചര്യങ്ങളിൽ ഇത് വരാറുണ്ട്. ഫ്രജൈൽ എക്സ് സിൻഡ്രോം എന്ന് പറയുന്നൊരു അവസ്ഥയുണ്ട്. അതായത് നമുക്ക് മൊത്തം 46 ക്രോമസോം ഉള്ളതിനകത്ത് 44 അലോസോംസ് ആണ്. പിന്നെ 2 സെക്സ് ക്രോമസോം ഉണ്ടല്ലോ അല്ലേ? മെയിലിലാണെങ്കിൽ XYയും ഫീമെയിലിലാണെങ്കിൽ XX. അതിൽ ഒരു എക്സിൻ്റെ ഒരു ലിംബ്, ക്രോമസോമിന് 2 സൈഡിലും 2 ലിംബ് വരുന്നു. അതിലൊരു ലിംബ് ഇത്തിരി ഡിഫക്റ്റീവാണ്. അതിനെയാണ് നമ്മൾ ഫ്രജൈൽ എക്സ് സിൻഡ്രോം എന്ന് പറയുന്നത്. ആ കേസിലും MR വരുന്നുണ്ട്. അതേപോലെ ഇൻബോൺ എറേഴ്സ് ഓഫ് മെറ്റബോളിസം പോലുള്ള സാഹചര്യം, അമിനോ ആസിഡ്സിൻ്റെ മെറ്റബോളിസമാണ് പറയുന്നത്. ഫിനൈൽ കീറ്റനൂറിയ. ഈ സാഹചര്യത്തിൽ ഈ ഫിനൈൽ കീറ്റനൂറിയ എന്ന് പറയുമ്പോൾ ഫിനൈൽ അലാനിൻ എന്ന് പറയുന്ന അമിനോ ആസിഡിൻ്റെ മെറ്റബോളിസം കൃത്യമായിട്ട് നടക്കുന്നില്ല. ബ്രെയിൻ ഡെവലപ്മെൻറ്റിന് ഏറ്റവും ആവശ്യമുള്ള ഒരു ഘടകമാണ്. സ്വാഭാവികമായിട്ടും അത് യൂറിനിലൂടെ നഷ്ടപ്പെട്ടു പോകുന്നു. സ്വാഭാവികമായിട്ടും മെൻ്റൽ റിട്ടാർഡേഷൻ വരാം. ദെൻ ടേ-സാക്സ് ഡിസീസ്. ഇതേപോലെ തന്നെ ലിപ്പിഡ് മെറ്റബോളിസം, മറ്റേ അമിനോ ആസിഡ് ആണെങ്കിൽ ലിപ്പിഡ് മെറ്റബോളിസവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ഡിസോർഡറാണ് ടേ-സാക്സ് സിൻഡ്രോം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡിസോർഡർ എന്ന് പറയുന്നത്. ഇനി അടുത്തത് ക്യാറ്റ് ക്രൈ സിൻഡ്രോം എന്ന് പറയുന്ന ഒരവസ്ഥയാണ്. കരയുന്ന സമയത്ത്, കൊച്ചുനാളിൽ തന്നെ കരയുന്ന സമയത്ത് ഈ പൂച്ച കരയുന്ന കൂട്ടുള്ള ഹൈ പിച്ചായിട്ടുള്ള ഒരു സൗണ്ട് ആയിരിക്കും കേൾക്കുന്നത്. അതാണ് ക്യാറ്റ് ക്രൈ സിൻഡ്രോം എന്ന് പറയുന്നത്. ന്യൂറോണൽ ഡീജനറേഷനാണ് ഇവിടെ സംഭവിക്കുന്നത്. ഗാംഗ്ലിയോൺ സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾക്ക് ഗാംഗ്ലിയോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂറോൺസ് എല്ലാം കൂടെ ഗ്രൂപ്പായി നിൽക്കുന്ന സ്ഥലമാണ്. അതിന് ഡാമേജ് ഉണ്ടാക്കുന്ന ഒരു കെമിക്കലിൻ്റെ അളവ് ഇവരുടെ രക്തത്തിൽ കൂടുതലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഗാംഗ്ലിയോൺ ഫോം ചെയ്യുന്നില്ല. ഫോം ചെയ്താൽ തന്നെ ഫോം ചെയ്യുന്ന സ്ഥലത്ത് ഡീജനറേഷൻ സംഭവിക്കും. നമ്മളിതിനെ ക്രിഡു ചാർട്ട് സിൻഡ്രോം എന്നൊക്കെ പറയും. ഇപ്പം ക്യാറ്റ് ക്രൈ സിൻഡ്രോം എന്ന് പറയുന്ന പേര് വരുന്നത് ഈ കുട്ടിയുടെ കരച്ചിലിൽ ആ ഒരു ക്യാറ്റിൻ്റെ ഫീല് വരുന്നത് കൊണ്ടാണ് ഈ പേര് വരുന്നത്. എനിവേ ഇതൊന്നുമല്ല നമുക്ക് വേണ്ടത്. ഈ പറഞ്ഞ ഡിസോർഡറിലെല്ലാം MR ഉണ്ടാവും എന്ന് മനസ്സിലാക്കുക. ക്ലിയർ ആണോ? ക്ലിയർ ആണ് സർ. ഇനി അടുത്തതായിട്ടുള്ളത് ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെൻ്റ് ആണ്. അപ്പം ആദ്യമായിട്ട് MR ഉള്ള ഒരു വ്യക്തി എത്തിക്കഴിഞ്ഞാൽ അയാളുടെ IQ ലെവൽ എവിടെയാണ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. അതിനുവേണ്ടി 1-2 സ്കെയിൽ ഉപയോഗിക്കുന്നുണ്ട്. അതാണ് VSMS, വിൻലാൻഡ് സോഷ്യൽ മെച്യൂരിറ്റി സ്കെയിൽ, അല്ലെങ്കിൽ ഡെൻവർ ഡെവലപ്മെൻറ്റ് സ്ക്രീനിങ് ടെസ്റ്റ്. ഈ പറഞ്ഞ സാധനമൊക്കെ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന സ്കെയിലാണ്. ആ സ്കെയിലിൽ നിന്നാണ് കൃത്യമായിട്ട് ഇവൻ്റെ IQ എവിടെ നിൽക്കുന്നു എന്നുള്ള കാര്യം തീരുമാനിക്കാൻ പറ്റത്തുള്ളൂ. ദെൻ പ്രൈമറി പ്രിവെൻഷൻ, സെക്കൻഡറി പ്രിവെൻഷൻ, ടെറിഷറി പ്രിവെൻഷൻ, ഈ 3 ലെവലിൽ ഇതിൻ്റെ പ്രിവെൻഷൻ ഉണ്ട്. പ്രൈമറി പ്രിവെൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ രോഗം വരുന്നതിന് മുമ്പാണ്.
അപ്പോൾ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, ഒരു കുട്ടി പ്രഗ്നൻ്റ് ആവുന്നതിന് മുമ്പ് തന്നെ അല്ലേ, ഒരു തരത്തിലുള്ള വൈറ്റമിൻ ഡെഫിഷ്യൻസിയും മിനറൽ ഡെഫിഷ്യൻസിയും ന്യൂട്രിയൻ ഡെഫിഷ്യൻസിയും ഉണ്ടാവാതെ നമ്മൾ അയൺ, ഫോളിക് ആസിഡ് പോലുള്ള കാര്യങ്ങളെല്ലാം കൊടുത്ത് എല്ലാ തരത്തിലുള്ള സ്ക്രീനിങ്ങും ചെയ്ത് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് പ്രൈമറി പ്രിവെൻഷനുമായിട്ട് ബന്ധപ്പെട്ടാണ്. ദെൻ സെക്കൻഡറി പ്രിവെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് കണ്ടെത്തി കറക്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു സാഹചര്യമാണ് സെക്കൻഡറി പ്രിവെൻഷൻ എന്ന് പറയുന്നത്. ദെൻ ടെർഷ്യറി പ്രിവെൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞു ജനിച്ചു കഴിഞ്ഞു, ഇനി അതിനകത്തത് മാറ്റം വരുത്താൻ പറ്റാത്ത ചില കാര്യങ്ങൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു, അതിനോട് അഡാപ്റ്റ് ചെയ്ത് പേരൻറ്റിനെ കൗൺസിൽ ചെയ്ത് ആ കുട്ടിയെ മാക്സിമം റെസിജ്വൽ എഫക്റ്റ് ഉപയോഗിച്ച് അല്ലെങ്കിൽ റെസിജ്വൽ എബിലിറ്റി ഉപയോഗിച്ച് അതിൻ്റെ ADL ചെയ്യാൻ പറ്റുന്ന ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലിവിങ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ റീഹാബിലിറ്റേറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്ന പ്രോസസ്സാണ് ടെറിഷറി പ്രിവെൻഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിടികിട്ടിയോ? പിടികിട്ടി സാർ. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ആക്ട് നിലനിന്നിരുന്നു. 1995 പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ആക്ട് എന്ന് പറഞ്ഞ ഒരു ആക്ട് നിലനിന്നിരുന്നു. അതിനെ കുറച്ചുകൂടെ ഒന്ന് മോഡിഫൈ ചെയ്ത് 1999 ആയപ്പോഴത്തേക്ക് നാഷണൽ ട്രസ്റ്റ് ആക്ട് എന്നുള്ള ലേബലിലേക്ക് അതൊന്ന് മോഡിഫൈ ചെയ്തു. അപ്പോൾ MR ആയിട്ടുള്ള കുട്ടികൾക്ക് സംരക്ഷണം നൽകുന്ന ഒരു ആക്റ്റാണ് നാഷണൽ ട്രസ്റ്റ് ആക്ട് എന്നുള്ള കാര്യം ഓർക്കുക. ഓക്കെ. ഈ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ആക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് MR കാര്യമായിട്ട് വരുന്നില്ലായിരുന്നു. അതിനകത്ത് വേറെ പലതരത്തിലുള്ള ഫിസിക്കൽ ഡിസബിലിറ്റി മറ്റു കാര്യങ്ങളും എല്ലാം കൂടെ ചേർന്നായിരുന്നു നിൽക്കുന്നത്. അപ്പോൾ MRന് കൂടി കൂടുതൽ പ്രാധാന്യം കൊടുത്ത് അത് മാറ്റിയെടുക്കുമ്പോഴാണ് അതെന്ത് ലെവലിലേക്ക് മാറിയത്? നാഷണൽ ട്രസ്റ്റ് ആക്ടിലേക്ക് മാറിയത്. ഇനി നമ്മൾ F70 കഴിഞ്ഞു. F70 എവിടെയായിരുന്നു? MR ആയിരുന്നു, ഓർമ്മയുണ്ടല്ലോ. F60 എന്തായിരുന്നു? പേഴ്സണാലിറ്റി ഡിസോർഡർ ആയിരുന്നു. ഇപ്പം നമ്മൾ F80ലേക്ക് എത്തിയിട്ട്, അപ്പോൾ F80 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസോർഡേഴ്സ് ഓഫ് സൈക്കോളജിക്കൽ ഡെവലപ്മെൻറ്റ്, ചൈൽഡ് സൈക്കാട്രി, ഈ കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പ്രധാനമായിട്ടും ലാംഗ്വേജുമായിട്ട് ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ കുട്ടികൾക്ക് വരാം. ഒന്ന്, സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ, പക്ഷെ സംസാരിക്കുന്നതിന് പ്രശ്നമില്ല, കാര്യങ്ങൾ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ. അല്ല, ഇത് രണ്ടും ഉണ്ട്, സംസാരിക്കാനും ബുദ്ധിമുട്ടുണ്ട് മനസ്സിലാക്കാനും ബുദ്ധിമുട്ടുണ്ട്, മിക്സഡ് ആയിട്ടുള്ള ആൾക്കാർ. ദെൻ ഫോണോളജിക്കൽ ഡിസോർഡേഴ്സ്, ചില വാക്കുകൾ കൃത്യമായിട്ട് പറയാൻ പറ്റാത്ത ആൾക്കാർ, സ്റ്റട്ടറിങ്, വിക്കുള്ള ആൾക്കാർ, സെലക്റ്റീവ് മ്യൂട്ടിസം, ചില പ്രത്യേക സിറ്റുവേഷൻ വന്നാൽ മിണ്ടില്ല, കൊന്നാരും സംസാരിക്കില്ല, ഈ രീതിയിലുള്ള ആൾക്കാർ. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെയാണ് ഈ ഒരു ലിസ്റ്റിൽ വരുന്നത്. ക്ലിയർ ആയോ? ക്ലിയർ ആണ് സാർ. ഓക്കെ. ഇനി അടുത്തതായിട്ട് പറയാനുള്ളത് ബിഹേവിയറൽ ആൻഡ് ഇമോഷണൽ ഡിസോർഡേഴ്സ് ആണ്. അതും ചൈൽഡ് സൈക്കാട്രി തന്നെ വരുന്നതാണ്. F90ലേക്ക് നമ്മൾ എത്തുകയാണ്. ADHD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നറ്റൻഷൻ, നമുക്കറിയാം, അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡർ ആണ്. നമ്മളിവിടെ ഹൈപ്പർ ആക്ടിവിറ്റി, ഇമ്പൾസിവിറ്റി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മീൻ ചെയ്യുന്നത് എന്താണെന്നറിയാവോ? അയാൾ ഭയങ്കര ആക്റ്റീവാണ് എന്നുള്ളതല്ല. ഹൈപ്പർ അതിനകത്ത് നമ്മൾ അവരുടെ ആക്ടിവിറ്റി വളരെ കൂടുതലാണ് എന്നുള്ളതല്ല. ഇപ്പോൾ ഒരു കാര്യത്തിലേക്ക് ഇങ്ങനെ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് നിന്ന് അയാൾ പെട്ടെന്ന് തന്നെ അടുത്തയിലേക്ക് ഡീവിയേറ്റ് ചെയ്ത് പോകും. ഇപ്പോൾ ക്ലാസ്സിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ഒരു കുട്ടി, സാറ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കുന്നു. അവിടെ നിന്ന് അവൻ പെട്ടെന്ന് അടുത്തിരിക്കുന്ന ആ കുട്ടിയുടെ പേന വലിച്ച് എടുത്ത് അവൻ പടം വരയ്ക്കാൻ ശ്രമിച്ച്, പടം വരയ്ക്കാൻ തുടങ്ങിയതിന് ശേഷം തൊട്ടടുത്ത കുട്ടിയെ പിടിച്ച് തള്ളി അവനിങ്ങനെ ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് ഡീവിയേറ്റ് ചെയ്ത് പോവാണ് ഫോക്കസ്. മനസ്സിലായോ? ക്രിയേറ്റ് ചെയ്യോ? അങ്ങനെ ആ ഡീവിയേറ്റ് ചെയ്ത് ഓരോരോ ആക്ടിവിറ്റിയിലേക്ക് പോകുന്നതുകൊണ്ട് ഹൈപ്പർ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ആ ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല. ഇമ്പൾസിവിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? എന്ത് സിമിലയാണോ അവൻ്റെ ഫ്രണ്ടിൽ വരുന്നത് അത് അവനെ എന്ത് ചെയ്യുക? ഡൈവേർട്ട് ചെയ്യുക. ക്ലാസ്സിലിരിക്കുന്ന ഒരു കുട്ടി പെട്ടെന്ന് തൊട്ട് അടുത്ത ഭിത്തിയിൽ ഒരു പല്ലിയെ കാണുന്നു. നേരെ അതിൻ്റെ അടുത്തേക്ക് എഴുന്നേറ്റ് പോകുന്ന കാര്യം ഒന്ന് ചിന്തിച്ചേ. പിടിയിട്ടില്ലേ? അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇവൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ്. അത് ADHDയുടെ ഏറ്റവും സിവിയർ ഫോമാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ സംഭവിക്കുന്ന ഒരു കാര്യം, ഡോപ്പമിൻ അതേപോലെ തന്നെ നോറെപ്പിനെഫ്രിൻ പോലുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ അളവിൻ്റെ കുറവ് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു തിങ്കിങ് പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡോപ്പമിൻ വേണം.
നമുക്കറിയാം ആൻറ്റി സൈക്കോട്ടിക്സ് ഡോപ്പമിൻ്റെ കുറയ്ക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ഓവർ തിങ്കിങ് ആണ്. ആ ഓവർ തിങ്കിങ് ആണ് ഡെലൂഷൻ പോലുള്ള കാര്യങ്ങൾ ഉണ്ടാക്കുന്നത്. ഇവിടെ തിങ്കിങ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഡോപ്പമിൻ ഇല്ല. അപ്പോൾ ഡോപ്പമിൻ്റെ അളവ് കൂട്ടാൻ വേണ്ടിയുള്ള മെഡിക്കേഷൻസ് ആണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ അവിടെ CNS സിമുലേഷൻ ആണ് നടക്കുന്നത്. അപ്പോൾ ഒരു കംപ്ലീഷൻ ഫീൽ ചെയ്യും, ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ കൊടുക്കുന്ന ഡ്രഗ്, ഇതിനെപ്പറ്റി ഞാൻ നേരത്തെ സൈക്കോ ഫാർമക്കോളജിയിൽ പറഞ്ഞതാണ്. മീഥൈൽ ഫെനിഡേറ്റ്, അതേപോലെ ആംഫിറ്റമിൻ പോലുള്ള മെഡിക്കേഷൻസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. മീഥൈൽ ഫെനിഡേറ്റിന് നമ്മൾ നേരത്തെ ഡിജോക്സിൻ്റെ കാര്യം പറഞ്ഞ കൂട്ട് ഡ്രഗ് ഹോളിഡേ ഉള്ള ഒരു ഡ്രഗാണ്. എന്ന് പറയുമ്പോൾ ആഴ്ചയിൽ 5 ദിവസം കൊടുത്തതിന് ശേഷം 2 ദിവസം കൊടുക്കേണ്ടതായിട്ട് ഇല്ല. പിടികിട്ടിയോ കാര്യങ്ങൾ? സാർ ഒരു ഡൗട്ട് ചോദിക്കട്ടെ? ആ ഈ OCD പേഷ്യൻസ് ഉണ്ടാവില്ലേ? ആ അപ്പൊ ഈ OCD പേഷ്യൻസിന് ഇതേപോലെ തന്നെ ആയിരിക്കുമോ? അവരും കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ ഒരു OCD ഇതും എൻറ്റയർലി ഡിഫറെൻ്റ് അല്ലേ? ഇതിനു അവര് മുമ്പത്തെ OCD ക്ലാസ് കേട്ടായിരുന്നു. ഇല്ല, ഞാൻ പകുതി ആയിട്ടുള്ളൂ സാറേ ക്ലാസ് സൈക്കാട്രിയുടെ. അപ്പോൾ അതൊന്ന് കൃത്യമായിട്ട് കേൾക്കണം. OCD ഇതും തമ്മിൽ നമുക്ക് ഒരു തരത്തിലും കണക്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ തിങ്കിങ് കംപ്ലീറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. മനസ്സിലായല്ലോ? ഒരു കാര്യത്തിൽ നിൽക്കുന്ന വ്യക്തി അതിനെപ്പറ്റി ചിന്തിച്ച് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. മറ്റേത് തിങ്കിങ് ആ വ്യക്തിയെ ശല്യപ്പെടുത്തുക. അത് കണ്ടിന്യൂസ് ആയിട്ടുള്ള തോട്ട്സ് വന്നുകൊണ്ടേ ഇരിക്കുന്നല്ലേ? ആ വിഷയമായിട്ട് ബന്ധപ്പെട്ടുള്ള തോട്ട് തന്നെയല്ലേ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ സാർ ചില ഈ ഡോ ചില പേഷ്യൻസ് ഒന്നിനെ കണക്ട് ചെയ്ത്, ഈ OCD ഉള്ള ആൾക്കാര് ഒന്നിനെ കണക്ട് ചെയ്ത് പിന്നെ വേറൊരു കാര്യം ചിന്തിക്കുക, അങ്ങനെ വരുന്നില്ലേ അപ്പോ? ഈ ചിന്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് അവിടെ? ആ ഒരു ഫോക്കസ് എവിടാണെന്നൊന്ന് ആലോചിക്കുക. ഇപ്പോൾ ഡോർ അടയ്ക്കാതെ പോയ, അല്ലെങ്കിൽ ഡോറ് ലോക്ക് ചെയ്തില്ല എന്നുള്ള ഒരു ചിന്ത ആ വ്യക്തിയിലേക്ക് വരുന്ന സമയത്ത് അയാൾ ആ ഡോർ അടച്ചിട്ടുണ്ട് എന്ന് ആദ്യം ഒന്ന് ചിന്തിക്കാൻ ശ്രമിക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും അയാൾ ചിന്തിക്കുന്നത് എന്താണ്? ഡോർ അടച്ചിട്ടില്ല, അതുകൊണ്ട് സംഭവിക്കുന്നത് ഇനി അവിടെ ഏതെങ്കിലും കള്ളൻ വരും, ആ കള്ളൻ വീട്ടിലേക്ക് എൻ്റർ ചെയ്യും. അത് കഴിഞ്ഞതിന് ശേഷം അവൻ അലമാരയിൽ നിന്ന് സ്വർണം എടുക്കും. അപ്പോൾ ഇതിനെ നമ്മൾ പറയുന്ന ഓവർ തിങ്കിങ് എന്നല്ലേ? സെയിം ഫോക്കസിനെ കോൺസെൻട്രേറ്റ് ചെയ്തല്ലേ അത് മുന്നോട്ട് പോകുന്നേ. അവിടെ നിന്ന് അയാൾ സ്കൂളിലെ കാര്യങ്ങളോ അമ്മയുടെ കാര്യങ്ങളോ അല്ലെ കുട്ടിക്കാലത്തെ പറ്റിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തെ പറ്റിയോ ഡീവിയേറ്റ് ചെയ്ത് ചിന്തിക്കുമല്ലോ. ഫോക്കസ് അവിടെ ഒരു കാര്യത്തിൽ തന്നെ അല്ലേ. OCD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്സഷൻ എന്ന് പറയുമ്പോൾ ആ തിങ്കിങ്, ആ ഒരു വിഷയത്തെ പറ്റിയുള്ള തിങ്കിങ് ഇയാളെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇയാളുടെ മുഖത്ത് ആ ഒരു പാനിക് എക്സ്പ്രഷൻ ഉണ്ടാവും. അപ്പോൾ ഇയാൾക്കത് സഹിക്കാൻ പറ്റാതെ വരുമ്പോൾ ഇയാൾ ഇറങ്ങും. ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് ഇറങ്ങിയിട്ട് ഇയാൾ ഓട്ടോ പിടിച്ച് വീട്ടിൽ വന്നിട്ട് ചെക്ക് ചെയ്യുകയാണ്, ഡോർ അടച്ചോ. അതിനെ നമ്മൾ കമ്പൽഷൻ എന്ന് പറയും. ഇത് കഴിയുമ്പോൾ ആ OCDയുടെ ക്ലാസ് ഒന്ന് വ്യക്തമായിട്ട് കേൾക്കുക കേട്ടോ. ഇതും അതും ശരി. തമ്മിൽ ഒന്നും കണക്ട് ചെയ്യാൻ പറ്റത്തില്ല. മനസ്സിലായല്ലേ? അവിടെ തിങ്കിങ് ആണ് പ്രശ്നം. ഇവിടെ തിങ്കിങ് കംപ്ലീറ്റ് ചെയ്യാത്തതിൻ്റെ ഫലമായിട്ട് ഓരോ കാര്യങ്ങളും ഇയാളെ ഡീവിയേറ്റ് ചെയ്ത് കൊണ്ടുപോകണം. അതിൻ്റെ ആക്ഷൻ ഇവിടെ ഉണ്ട്. മനസ്സിലായല്ലേ? അപ്പോൾ അയാളെ പെട്ടെന്ന് തന്നെ ആ ഫോക്കസ് അവിടെ നിന്ന് വേറൊരു ഫോക്കസിലേക്ക് പോകുമ്പോൾ ഇതിൻ്റെ ഒരു സംഭവം നമ്മൾ ഞാൻ ആ തന്മാത്ര സിനിമയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ട്. ഇമ്പൾസിവിറ്റി എന്നുള്ള ഒരു കാര്യം ഞാൻ അത് പറഞ്ഞത് ഓർമ്മയുണ്ടോ? മോഹൻലാലിന്റെ ഒരു ക്യാരക്ടർ ഒരു ആക്ടിവിറ്റിയിൽ നിൽക്കുന്ന സമയത്ത് ഒരു പല്ലിയുടെ പുറകെ പോകുന്നത്. പറഞ്ഞത് ഓർമ്മയുണ്ട് സാർ. അത് അത് ഇമ്പൾസിവിറ്റിയാണ്. ആ ഇമ്പൾസ് അയാളെ ലീഡ് ചെയ്തു. പിടിയിട്ടില്ലേ? ഇതാണ് അവിടുത്തെ അയാളുടെ ഫോക്കസ് പോയില്ലേ. അതും ഇതും ഏകദേശം എൻ്റെ ഡിഫറെൻ്റ് ആണ്, ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ ഇനി അടുത്തതായിട്ട് പറയാനുള്ളത് PDD ആണ്. PDD മീൻസ് പെർവേസീവ് ഡെവലപ്മെൻ്റൽ ഡിസോർഡർ, അല്ലെ ഓട്ടിസം എന്ന് പറയും. ഇവിടെ സോഷ്യൽ ഇൻട്രാക്ഷൻ ഇല്ല, വേറെ കാര്യമായ പ്രശ്നമില്ല, ഒന്നിലും ഇടപെടാൻ താല്പര്യമില്ല. മനസ്സിലായല്ലേ? ഒരു റെസ്ട്രിക്റ്റഡ് ബിഹേവിയർ ആണ്, കമ്മ്യൂണിക്കേഷൻ കുറവാണ്, ഈ ഒരു രീതിയിലാണ് നിൽക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു എക്സ്ട്രീം സ്റ്റേജിൽ എക്കോലാലിയ പോലുള്ള കാര്യങ്ങൾ ഉണ്ടാവും. എക്കോലാലിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഒരാൾ പറയുന്ന കാര്യം റിപ്പീറ്റ് ചെയ്ത് പറയുന്ന ഒരു സാഹചര്യം. അവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ പോയിട്ട് ഇവിടെ വാടാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നേരം ഈ എക്കോലാലി ചിലപ്പോൾ കാണണമെന്നില്ല. അപ്പം തന്നെ സ്പോട്ടിൽ പറഞ്ഞു തുടങ്ങിയല്ല, ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഇദ്ദേഹം ഒറ്റയ്ക്കിരുന്ന് ഇവിടെ വാടാ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. പിടിയില്ലയോ? യെസ് സർ.
ഓട്ടിസത്തിൽ കാണുന്ന എക്കോലാലിയ ആ ഒരു തരത്തിലാണ്. ഇനി ഇത് വളരെ ഏർലി സ്റ്റേജിൽ നമുക്ക് കുട്ടികൾ കണ്ടുപിടിക്കാം. നമുക്കറിയാം സോഷ്യൽ സ്മൈൽ എന്ന് പറയുന്ന ഒരു കാര്യം 2 to 3 മന്തിൽ ഡെവലപ്പ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഡെവലപ്മെൻ്റൽ ടൈം ടേബിളൊക്കെ പഠിച്ചപ്പോൾ പഠിച്ചു കാണും. പഠിച്ചോ? ഈ സോഷ്യൽ സ്മൈൽ ഡെവലപ്പ് ചെയ്യുന്നതിന് ഡിലേ വരും. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ട് സർ. അപ്പോൾ അവിടെ അതുമായിട്ട് ബന്ധപ്പെട്ട ആ കുട്ടിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒരു സ്ക്രീനിങ് ഏർലി സ്റ്റേജിൽ ആരംഭിക്കേണ്ട വരും എന്നർത്ഥം. അടുത്തൊരു കേസ് റെറ്റ് സിൻഡ്രം ആണ്. റെറ്റ് സിൻഡ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടി ഏകദേശം 5 മാസം വരെ അബ്സല്യൂട്ട്ലി നോർമൽ ആയിരിക്കും. മനസ്സിലായല്ലോ? 5 തൊട്ട് 48 മാസം വരെ എന്ന് പറയുമ്പോൾ 48 മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര? 4 വയസ്സ് വരെ. ഓക്കെ, 4 വയസ്സ് വരെ ആകുമ്പോഴത്തേക്ക് പിന്നെ അവൻ ഡിക്ലൈൻ ചെയ്ത് തുടങ്ങുന്നതായിട്ട് നമ്മൾ കാണുന്നത്. അവൻ്റെ ഫൈൻ മോട്ടോർ സ്കിൽസ് ഒക്കെ കുറഞ്ഞു വരുന്നു. തല മൈക്രോസെഫാലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലയുടെ വലിപ്പം കുറഞ്ഞു വരുന്നു. അപ്പോൾ തലയുടെ വലിപ്പം കുറയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂറോണൽ ഡീജനറേഷനാണ് സംഭവിക്കുന്നതെന്ന് ആലോചിച്ചാൽ മതി. ഇത്തരത്തിലുള്ള സാഹചര്യത്തെയാണ് നമ്മൾ റെറ്റ് സിൻഡ്രോം എന്ന് പറയുന്നത്. അവിടെ അർത്ഥം 5 മാസം വരെ നോർമലായിരുന്നു, യാതൊരു പ്രശ്നവുമില്ല, സോഷ്യൽ സ്മൈലും മറ്റു കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു, എല്ലാ ഡെവലപ്മെൻറ്റും അപ് ടു മാർക്കായിരുന്നു, പക്ഷെ അതിന് ശേഷം ഡിക്ലൈൻ. ക്ലിയർ ആണോ? ക്ലിയർ ആണ് സർ. ഇനി അടുത്തത് ആസ്പെർജേഴ്സ് സിൻഡ്രം എന്ന് പറയുന്ന ഒരു സംഭവമാണ്. ഇവിടെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മൾ നേരത്തെ എക്കോലാലിയ എന്ന് പറഞ്ഞ ഒരു കാര്യം. ഇവിടെ ഇമ്പയർമെൻ്റ് ഓഫ് സോഷ്യൽ ഇൻട്രാക്ഷൻ ആണ് എന്ന് പറയുമ്പോൾ സൊസൈറ്റിയിലേക്ക് വരുന്നില്ല, വിഡ്രോൺ ആണ്. അതിനോടൊപ്പം തന്നെ റെപ്പറ്റീറ്റീവ് ബിഹേവിയർ, ഓർമ്മയുണ്ടല്ലോ എക്കോലാലിയ പോലുള്ള കാര്യം പറഞ്ഞത്. അതേപോലെ നമുക്കറിയാം ഈ റെപ്പറ്റീറ്റീവ് ബിഹേവിയർ മോട്ടോർ ആക്ടിവിറ്റി ആവാം, അല്ലെങ്കിൽ വോക്കൽ ആവാം. വോക്കലാണ് എക്കോലാലിയ എന്ന് പറയുന്നത്. മോട്ടോർ ആക്ടിവിറ്റി ആണെങ്കിൽ ഏതെങ്കിലും കൈയുടെയോ കാലിൻ്റെയോ ചലനം അത് റിപ്പീറ്റ് ചെയ്ത് കാണിച്ചുകൊണ്ടിരിക്കും. അതിലേക്ക് നമ്മളിപ്പോൾ വരുന്നുണ്ട്. ഓക്കെ, ഇനി ഈ ഒരു ക്ലാസ്സിൽ തന്നെ വരുന്ന ഒരു സംഭവമാണ് കോണ്ടക്ട് ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത്. അതിനകത്ത് പല കാര്യങ്ങളുണ്ട്. അഗ്രസീവ്നെസ്, ഭയങ്കര പെട്ടെന്ന് അവന് ഭയങ്കര ദേഷ്യമാണ് അവന് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ? ഡിസോഷ്യൽ ബിഹേവിയർ, മനസ്സിലായല്ലേ? ഡിസോഷ്യൽ ബിഹേവിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും ഇല്ലാത്ത സമയത്ത് അടുത്ത വീടിൻ്റെ ഗ്ലാസ് നോക്കി കല്ലെറിയുന്നു. റിപ്പീറ്റഡ് ലൈയിങ്, കള്ളം മാത്രമേ പറയത്തുള്ളൂ. ഇതൊക്കെയാണ് കോണ്ടക്ട് ഡിസോർഡറിനകത്ത് വരുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആണ് സർ. ദെൻ ഇനി അടുത്ത ഒരു കേസാണ് സ്പെസിഫിക് റീഡിങ് ഡിസോർഡർ. നമ്മൾ ഡിസ്ലെക്സിയ എന്ന് പറയുന്ന ഒരു അവസ്ഥയെ പറ്റി നമ്മളൊരു സിനിമയ്ക്കകത്ത് കണ്ടായിരുന്നു, അമീർ ഖാൻ്റെ. ഓർമ്മയുണ്ടോ? ഒരു കുട്ടിക്ക് നമ്മൾ പുറമേ നിന്ന് നോക്കുമ്പോൾ യാതൊരു പ്രശ്നവുമില്ല. അവന് ഒരു പക്ഷേ അവൻ്റെ IQ ലെവൽ പോലും നമുക്ക് ഒരു ആവറേജ് ലെവലിൽ കിട്ടും. പക്ഷെ അവന് വായിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. ആ ഒരു ആസ്പെക്റ്റിൽ മാത്രമേ ബുദ്ധിമുട്ടുള്ളൂ. സ്കൂളിൽ ചേരുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ വായിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ അവന് പഠിത്തം ബെറ്റർ ആക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പം ഇവനെ നമുക്ക് പഠിപ്പിക്കാം. കഥ പറഞ്ഞു കൊടുത്തും വായിച്ചു കൊടുത്തും പടങ്ങൾ കാണിച്ചു കൊടുത്തും അവനെ പഠിപ്പിക്കാം. ക്ലിയർ ആയോ? മനസ്സിലായോ? ക്ലിയർ ആണ് സർ. ആ കാര്യങ്ങൾ പഠിച്ചെടുക്കുന്നതിന് അവന് പ്രശ്നമില്ല, പക്ഷേ റീഡിങ് പ്രോബ്ലം നിലനിൽക്കുകയാണ്. ചില കുട്ടികൾക്ക് ഡിസ്കാൽക്കുലിയ എന്ന് പറയുന്ന പ്രശ്നമുണ്ടാവും. അവരെ നമ്മൾ എത്ര തല്ലി പഠിപ്പിച്ചാലും അവർക്ക് മാത്സ് ക്ലിയർ ആവത്തില്ല. ചില കാൽക്കുലേഷൻസ് അവർക്ക് പ്രശ്നമായി പോകും. ദെൻ ഡിസ്ഗ്രാഫിയ, ഡിഫിക്കൽട്ടി ഇൻ റൈറ്റിംഗ് ആണ്, വേഗത കുറവ്. ദെൻ നേരത്തെ നമ്മൾ റെഡ് സിൻഡ്രോം പറഞ്ഞുകൊണ്ട് വേറൊരു സിൻഡ്രോം ഉണ്ട്, ഹെല്ലേഴ്സ് സിൻഡ്രോം എന്ന് പറയും. അവിടെ 2 വയസ്സ് വരെ നോർമലാണ്. റെഡ് സിൻഡ്രത്തിൻ്റെ കേസിൽ പറഞ്ഞ എന്താ? 5 മാസം വരെ. ഇവിടെ 2 വയസ്സ് വരെ നോർമലായിരിക്കും, പിന്നെ പതുക്കെ പതുക്കെ സ്കില്ല് കുറഞ്ഞു വരുന്നു. അതുവരെ ഓട്ടവും ചാട്ടവും എല്ലാം ഓക്കെ ആയിരിക്കും. അത് കഴിഞ്ഞതിന് ശേഷം ഡൗൺ ആയി പോകുന്ന ഒരവസ്ഥയാണ്. ക്ലിയർ ആണോ? അപ്പോൾ F90 നിന്ന് 95 പോവുകയാണ്. അവിടെയാണ് ടിക് ഡിസോർഡർ വരുന്നത്. ഞാൻ നേരത്തെ ഒന്ന് പറഞ്ഞു, ഈ ഇൻവോളണ്ടറി മൂവ്മെൻ്റ് ആണ്. ഇൻവോളണ്ടറി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിന്തിച്ച് ചെയ്യുന്ന കാര്യമല്ല, അറിയാതെ സംഭവിച്ചു പോകുന്നതാണ്. റെപ്പറ്റീറ്റീവായിട്ട് സംഭവിക്കുകയാണ്, പർപ്പസ്ലെസ് ആണ്, അതിനൊരു ലക്ഷ്യമില്ല, ആവശ്യമില്ല. 2 തരത്തിലുള്ള ടിക്സ് ഉണ്ട്, മോട്ടോർ ടിക്സ്, വോക്കൽ ടിക്സ്. ഈ രണ്ടും കൂടെ ചേർന്ന് വരുന്നതിനെ, ഒന്നിലധികം മോട്ടോർ ടിക്സും ഒരു വോക്കൽ ടിക്സ് കൂടെ ചേർന്ന് വന്നു കഴിഞ്ഞാൽ അതിനെ ഒരുമിച്ച് പറയുന്ന പേരാണ് ടൂററ്റ് സിൻഡ്രോം എന്ന് പറയുന്നത്.
ഹാലോപെരിഡോൾ എന്ന് പറയുന്ന മെഡിക്കേഷനാണ് സാധാരണയായിട്ട് ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. ഹാലോപെരിഡോൾ ഏത് ക്ലാസ്സിലാണ് വരുന്നതെന്ന് അറിയാമായിരിക്കും അല്ലേ? ആൻറ്റിസൈക്കോട്ടിക്സ്. അപ്പോൾ ടിക്സിനെ നമുക്ക് മോട്ടോർ ആൻഡ് വോക്കൽ എന്നും പറഞ്ഞിട്ടിരിക്കാം. മോട്ടോർ എന്ന് പറഞ്ഞാൽ സിമ്പിൾ മോട്ടോർ ഉണ്ട്, കോംപ്ലക്സ് മോട്ടോർ ഉണ്ട്. മനസ്സിലായല്ലോ? സിമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കാര്യം തന്നെ. മോട്ടോർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു മസിലിൻ്റെ ആക്ടിവിറ്റി ഉണ്ടാവും. അവിടെ ഐ ടിച്ചിങ്, കണ്ണിങ്ങനെ അടച്ചടച്ചിരിക്കുന്നു, ബ്ലിങ്കിങ്, അതേപോലെ തന്നെ മൂക്കെ പിടിച്ച് തിരുമ്മിക്കൊണ്ടിരിക്കുന്നു. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മോട്ടോർ ടിക്സിൽ വരുന്നതാണ്. അതിൽ തന്നെ സിമ്പിൾ വരുന്നതാണ്. ദെൻ കോംപ്ലക്സ് മോട്ടോർ ആകുമ്പോഴത്തേക്ക് ഇത്തിരി കൂടെ പവർഫുൾ ആയിരിക്കും. മനസ്സിലായല്ലേ? അപ്പോൾ അവിടെ കിക്കിങ്, അടിക്കുക, ഇടിക്കുക, ആർക്കും പിന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ചെയ്യുക. ഇതൊക്കെയാണ് കോംപ്ലക്സ് മോട്ടോർ മൂവ്മെന്റ് കൊണ്ട് അല്ലെ മോട്ടോർ ടിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആണ് സർ. സിമ്പിളും കോംപ്ലക്സ്. സിമ്പിൾ എന്ന് പറയുമ്പോൾ ചെറിയ മസിൽ മൂവ്മെൻറ്റും, കോംപ്ലക്സ് എന്ന് പറയുമ്പോൾ പവർഫുൾ മൂവ്മെൻറ്റും ആണെന്ന് ഓർക്കുക. ഇവിടെ രണ്ടിടത്തും മസിൽ മൂവ്മെൻ്റ് ഉള്ളത് കൊണ്ടാണ് അതിനെ നമ്മൾ മോട്ടോർ എന്ന് പറയുന്നത്. രണ്ടാമത്തത് വോക്കലാണ്. വോക്കൽ എന്ന് പറയുമ്പോൾ അവിടെ സൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അത് സിമ്പിളുണ്ട്. സിമ്പിൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഇത്ര ആലോചിച്ചാൽ മതി. ചില സൗണ്ടുകൾ മാത്രം ഉണ്ടാക്കുന്നു. കഫിങ്, ബാർക്കിങ്, ത്രോട്ട് ക്ലിയറിങ്. ചില ആൾക്കാർ ഇങ്ങനെ സംസാരിക്കാൻ വേണ്ടി എഴുന്നേറ്റ് നിന്നിട്ട് അവർക്ക് വാക്കുകൾ കിട്ടാതിരിക്കുന്ന സമയത്ത് ഒന്ന് ചുമയ്ക്കുക, തൊണ്ട ക്ലിയർ ചെയ്യുന്ന കൂട്ട് ആക്കുക. അവിടെ വാക്കുകൾ എന്നതിനേക്കാൾ ഉപരി ഒരു സൗണ്ട് ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. മനസ്സിലായല്ലേ? അതേസമയം കൃത്യമായ വാക്കുകൾ ഡെവലപ്പ് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് അത് റിപ്പീറ്റഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനെ കോംപ്ലക്സ് എന്ന് പറയാം. അതിനെയാണ് നമുക്ക് എക്കോ ലാലിയ എന്ന് പറയാം, കോപ്രോ ലാലിയ എന്ന് പറയാം. എക്കോ ലാലിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരാൾ പറഞ്ഞ കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കോപ്രോ ലാലിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ മോശം വാക്ക് റിപ്പീറ്റ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നമ്മൾ തെറി പറയുക, അത് റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ. ക്ലിയർ ആണ് സർ. അപ്പോൾ ഇതിനകത്ത് വരുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒന്നുകൂടെ പറയുകയാണ്. കോപ്രോലാലിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സോഷ്യലി ഇന്നപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള വേർഡ്സും ഫ്രേസസും പറഞ്ഞുകൊണ്ടിരിക്കുന്ന പരിപാടിയാണ്. കോപ്രോപ്രാക്സിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജെസ്റ്റേറ്റ്സ് കാണിക്കുന്നു. മനസ്സിലായല്ലേ? അക്സെപ്റ്റബിൾ അല്ലാത്ത സിമ്പലുകൾ കാണിക്കുന്നു. ആ കാണിക്കുന്നതിനെയാണ് കോപ്രോപ്രാക്സിയ എന്ന് പറയുന്നത്. എക്കോലാലിയ നമുക്കറിയാം. ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത് പാലിലാലിയാണ്. പാലിലാലിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തന്നെ പറയുന്നു ആഹാരം കഴിച്ചു എന്ന് നമ്മളോട് ചോദിക്കുന്നു, നമ്മൾ പറയുന്നു കഴിച്ചില്ല. ഈ കഴിച്ചില്ല എന്ന് പറഞ്ഞ വാക്യം, ആ വ്യക്തി പറഞ്ഞ കഴിച്ചില്ല എന്ന് പറഞ്ഞ വാക്ക് കുറച്ച് കഴിയുമ്പോൾ റിപ്പീറ്റ് ചെയ്യാൻ തുടങ്ങുന്നു. കഴിച്ചില്ല, കഴിച്ചില്ല എന്നുള്ള രീതിയിൽ. ഇതിനെയാണ് എന്ത് പറയുന്നത്? പാലിലാലിയ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? കിട്ടുന്നുണ്ടോ? കിട്ടുന്നുണ്ട് സർ. ഇനി അടുത്തതായിട്ട് പറയാനുള്ളത് മിസലേനിയസ് ആണ്. അതിനകത്ത് ഡിസോർഡേഴ്സ് റിലേറ്റഡ് ടു വുമൺ. അത് വുമണിന് ഉള്ള പ്രശ്നം എന്നുള്ള രീതിയിലല്ല, അവരുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഡിസോർഡേഴ്സിനെ ബന്ധപ്പെടുത്തി പറയുന്നതാണ്. ഒന്ന് കൗഡെയിൽ സിൻഡ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല. ഈ പ്രഗ്നന്റ് ലേഡീസിൻ്റെ ഹസ്ബൻഡിന് ഇത്തിരി സ്നേഹം കൂടുതലാണെന്നുണ്ടെങ്കിൽ ഈ പ്രഗ്നന്റ് ലേഡീസിന് ഉണ്ടാകുന്ന ചില മോർണിംഗ് സിക്നസ്സും കാര്യങ്ങളും ഉണ്ടല്ലോ, ഇതെല്ലാം ഇദ്ദേഹത്തിനും എക്സ്പീരിയൻസ് ചെയ്യുന്ന കൂട്ടൊരു തോന്നലുണ്ടാവും. പിടിയില്ലയോ? ഈ സ്നേഹവും കെയറും ഒക്കെ കൂടുതലുള്ള ആൾക്കാരിൽ വരുന്നതാണ്. ഓക്കെ. അപ്പോൾ അവിടെ പ്രശ്നം പുരുഷനാണ്, പക്ഷേ വിഷയം റിലേറ്റ് ചെയ്തിരിക്കുന്നത് സ്ത്രീയോടാണ്. ഓക്കെ. അതേപോലെ തന്നെ പ്യൂർപേരിയൽ സൈക്കോസിസ് കേട്ടിട്ടുണ്ടാവും അല്ലേ? നമ്മൾ ബ്ലൂസ് ഉണ്ടെന്ന് പറഞ്ഞു, പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ, സൈക്കോസിസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇതിനെപ്പറ്റി BC കാലയളവിൽ ഹിപ്പോക്രാറ്റസ് മെൻഷൻ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഡെലിവറിക്ക് ശേഷം ഇതേപോലെ ഒരു ചെറിയ മൂഡ് ചേഞ്ച് വരാം എന്ന്. എന്നാലോചിച്ച് നോക്കണം, എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പ്, 2000 കൊല്ലങ്ങൾക്ക് മുമ്പ്. ഇനി അടുത്തായിട്ട് പറയാൻ പോകുന്നത് ഫോറൻസിക് സൈക്കാട്രി ആണ്. അപ്പോൾ അതിനകത്ത് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുള്ളത്, ഇന്ത്യൻ ലൂണസി ആക്ട് എന്ന് പറയുന്ന ഒരു സംഭവം 1912 വന്നതാണ്. 10 ചാപ്റ്റർ ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് മെൻ്റൽ ഹെൽത്ത് ആക്ട് ആയിട്ട് മാറി. അപ്പോഴത്തേക്ക് 16 ചാപ്റ്റർ ഇൻക്ലൂഡ് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ, ഇപ്പോൾ നമ്മൾ പല സിനിമയിലും കാണുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്?
ഈ മെൻ്റലി ഇല്ലായിട്ടുള്ള ആൾക്കാരുടെ കയ്യിൽ നിന്ന് വസ്തുവകകൾ എഴുതി മേടിക്കുക, അയാളുടെ സൈനിട്ട് മേടിക്കുക. ഓക്കെ, അവസാനം കോടതിയിൽ എത്തിച്ചേരുമ്പോൾ ആ പറഞ്ഞ വില്ല് ക്യാൻസൽ ചെയ്യുക. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ മെൻ്റലി ഇല്ലായിരുന്നു, അയാൾ സ്വബോധത്തോടെയല്ല ഒപ്പിട്ട് തന്നെന്നുള്ള കാര്യം പ്രൂവ് ചെയ്യപ്പെടുന്നു. അപ്പോൾ അവിടെ അയാൾക്ക് ഒപ്പിടണം എങ്കിൽ അയാൾക്ക് ഈ ഒരു താൽക്കാലിക പീരീഡിൽ രോഗാവസ്ഥയോ അതിൻ്റെ സിംറ്റമോ ഇല്ല, കൃത്യമായിട്ട് ഇൻസൈറ്റ് ഉണ്ടെന്ന് ഒരു സൈക്കാട്രിസ്റ്റ് സൈൻ ചെയ്ത് കൊടുക്കണം. ആ ഒരു പീരീഡിനെയാണ് നമ്മൾ ലൂസിഡ് ഇൻട്രവൽ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ലൂസിഡ് ഇൻട്രവൽ എന്ന് പറയുന്ന സംഭവം എക്സ്ട്രാ ഡൂറൽ ഹെമറ്റോമയായിട്ട് റിലേറ്റ് ചെയ്ത് പറയുന്നുണ്ട്. അതായത് എക്സ്ട്രാ ഡൂറൽ ഹെമറ്റോമ വരുന്ന ആൾക്കാർക്ക് 2 തവണ ബോധം നഷ്ടപ്പെടും. ആദ്യം ആ ഒരു വീഴ്ച സംഭവിക്കുമ്പോഴും അത് കഴിഞ്ഞതിന് ശേഷം ബോധം വന്നിട്ട് രണ്ടാമത്തെ ഘട്ടം വീണ്ടും ഒന്നുകൂടെ ബോധം നഷ്ടപ്പെടും. ഇതിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ട് ബോധമുള്ള. അങ്ങനെ അവിടെ ഒരു ടേം ഉണ്ട്, ലൂസിഡ് ഇൻട്രവൽ. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്ട്രാ ഡ്യൂറൽ ഹെമറ്റോമയുടെ കേസ് പറയുവാണെങ്കിൽ ഒന്ന് വീണ് കഴിയുമ്പോൾ ചിലപ്പോൾ തലയിടിച്ച് വീണ് കഴിയുമ്പോഴത്തേക്ക് പെട്ടെന്ന് ബ്ലീഡിങ് ഉണ്ടായിട്ട് വലിയ ഹെമറ്റോമ ഉണ്ടാവും. ഹെമറ്റോമ ഉണ്ടാകുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? ICP ഉയരും, ബോധം പോവും. നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും ഒരു ഹെമറ്റോമ ഫോം ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ശിഥിലമാക്കാനുള്ള പ്രവർത്തനങ്ങൾ വളരെ ആക്റ്റീവായിട്ട് നടക്കും. അങ്ങനെ ശിഥിലമാക്കുന്ന പ്രവർത്തനങ്ങൾ പെട്ടെന്ന് നടക്കുകയും ശിഥിലമാക്കി കഴിയുമ്പോഴത്തേക്ക് ICP നോർമലാവും. പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് വെള്ളം വേണം, കാപ്പി വേണം എന്നൊക്കെ പറയും. അങ്ങനെ കാപ്പിയൊക്കെ കുടിച്ച് കഴിയുമ്പോഴത്തേക്ക് വീണ്ടും ബ്ലീഡിങ് നടന്നുകൊണ്ടിരിക്കുകയല്ലേ. ബ്ലീഡിങ് നടന്ന് 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 വീണ്ടും വലിയ ഹെമറ്റോമ വരും, ICP ഉയരും. അപ്പോൾ വീണ്ടും എന്ത് സംഭവിക്കും? ബോധം നഷ്ടപ്പെട്ടു പോകും. അപ്പം 2 ബോധം നഷ്ടപ്പെട്ടതിൻ്റെ ഇടയിൽ കുറച്ച് നേരം പേഷ്യൻ്റ് കോൺഷ്യസ് ആയിട്ട് ഇരുന്നു. ആ ഒരു പീരീഡിനെയാണ് ലൂസിഡ് ഇൻട്രവൽ റിലേറ്റഡ് ടു എക്സ്ട്രാ ഡ്യൂറൽ ഹെമറ്റോമ എന്ന് പറയുന്നത്. പിടികിട്ടിയോ? പിടികിട്ടി സർ. ഓക്കെ. ഇനി നാഷണൽ മെൻ്റൽ ഹെൽത്ത് പ്രോഗ്രാമാണ്. മെൻ്റൽ ഹെൽത്ത് പ്രോഗ്രാം 1982 വർഷം ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് വീണ്ടും ഒന്നുകൂടെ ഒന്ന് റീസ്റ്റാർട്ടൈസ് ചെയ്തത് 2003 അതിനകത്തുള്ള സ്ട്രാറ്റജി എല്ലാം മാറ്റി കുറച്ചുകൂടെ ഒന്ന് മൗൾഡ് ചെയ്തെടുത്ത് 2003. ദെൻ ഈ ഡിസ്ട്രിക്ട് മെൻ്റൽ ഹെൽത്ത് പ്രോഗ്രാം, അതേപോലെ ഇൻഫോർമേഷൻ എഡ്യൂക്കേഷൻ കമ്മ്യൂണിക്കേഷൻ ആക്ടിവിറ്റീസ്, ഇതെല്ലാം ഈ 2003 ഈ ഒരു സ്ട്രാറ്റജിയുമായിട്ട് ബന്ധപ്പെട്ടാണ് പിന്നീട് വന്നേക്കുന്നത്. അതിനെ ബെല്ലാരി മോഡൽ എന്നുകൂടി പറയുന്നുണ്ട്. എന്ന് പറയുമ്പോൾ ഗ്രാസ് റൂട്ട് ലെവലിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. മെൻ്റൽ ഹെൽത്ത് കെയർ ആക്ട്, അത് 2017. അപ്പോൾ ഈ മെൻ്റൽ ഹെൽത്ത് ആക്ട് വന്നു എന്ന് പറഞ്ഞു. മെൻ്റൽ ഹെൽത്ത് ആക്ട് 2017 ഒന്നുകൂടെ മോഡിഫൈ ചെയ്തു. ഈ മോഡിഫൈ ചെയ്ത സമയത്താണ് നമ്മൾ കേട്ടിട്ടുണ്ടാവും സൂയിസൈഡ് എന്ന് പറയുന്ന കാര്യം അതുവരെ ഒരു ക്രിമിനൽ കുറ്റമായിരുന്നു. അപ്പോൾ ആ ക്രിമിനൽ കുറ്റം എന്ന് പറഞ്ഞ സംഭവം മാറ്റി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡീക്രിമിനലൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇപ്പോഴും പോലീസ് അതുമായിട്ട് ബന്ധപ്പെട്ട് കേസ് എടുക്കും. ഈ ക്രിമിനൽ നടപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണമെങ്കിൽ ജാമ്യമൊന്നും കിട്ടാത്ത സാഹചര്യം, സ്റ്റേഷൻ ജാമ്യമൊന്നും കിട്ടാത്ത രീതിയിലേക്ക് അത് സ്ട്രോങ് ആയി പോകും. ഇവിടെ ഇപ്പോഴും കേസ് എടുക്കും, കേസ് എടുത്താലും നമുക്ക് സ്റ്റേഷൻ ജാമ്യം കിട്ടുന്ന ലെവലിലേക്ക് മാറിയിട്ടുണ്ട്. ഓക്കെ ആണല്ലോ? ശരി. അപ്പോൾ ഇത് എഫക്റ്റ് ആയത് April 7, 2017. ഇവിടെ അഡ്വാൻസ്ഡ് ഡയറക്റ്റീവ് എന്ന് പറയുന്ന ഒരു സാഹചര്യം പ്രൊവൈഡ് ചെയ്തു. സൈക്കാട്രിക് ഇൽനെസ് ഉള്ള ഒരു വ്യക്തിക്ക് എഴുതി വെക്കാം, ഞാൻ മരണത്തിലേക്ക് പോകുന്ന സമയത്ത് എനിക്ക് CPR തരാൻ പാടില്ല. മനസ്സിലായോ? ക്ലിയർ ആണോ? ഡു നോട്ട് റെസിസിറ്റേറ്റ്. എന്നെ വെന്റിലേറ്ററിൽ കിടത്താൻ പാടില്ല. ഇത്തരത്തിൽ എഴുതി വെക്കുന്നതിനാണ് അഡ്വാൻസ്ഡ് ഡയറക്റ്റീവ് എന്ന് പറയുന്നത്. പിന്നെ സൂയിസൈഡിൻ്റെ കേസ് ഞാൻ പറഞ്ഞു. ECT കൊടുക്കാം, ഷോക്ക് കൊടുക്കാം, പക്ഷെ അനസ്തേഷ്യയുടെ പുറത്ത് മാത്രമേ കൊടുക്കാവൂ. അതേപോലെ തന്നെ പഴയ കാലത്ത് ഇൻഷുറൻസ് കമ്പനീസ് ഒന്നും തന്നെ എന്ത് കൊടുക്കില്ലായിരുന്നു? ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇൻഷുറൻസ് കൊടുക്കത്തില്ലായിരുന്നു. മസ്റ്റായിട്ടും ഇൻഷുറൻസ് കവറേജ് എല്ലാ സൈക്കാട്രിക് ഇൽനെസ്സിനും കൊടുക്കണം എന്നുള്ള രീതിയിലേക്ക് റൂള് വന്നത് ഈ ഒരു ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഓക്കെ, അടുത്തിലേക്ക് പോവോ? ഓക്കെ ആണോ? ഓക്കെയാണ് സർ. ഓക്കെ ആണ്. ഇനി അടുത്തത് റെവല്യൂഷൻസ് ഇൻ സൈക്കാട്രിയാണ്.
അത് പ്രത്യേകിച്ചൊന്നുമില്ല. ആദ്യ കാലയളവിലെ സാഹചര്യം അറിയാമല്ലോ. ആദ്യത്തെ കാലയളവിൽ സൈക്കാട്രിക് ഇൽനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രേതം, ഭൂതം അങ്ങനെയുള്ള ആക്രമണമാണെന്നും ദൈവകോപമാണെന്നും ചെകുത്താനാണെന്നും ഒക്കെ വിശ്വസിച്ചിരുന്ന ഒരു കാര്യമുണ്ട്. അവിടെ നിന്നൊരു മിഡിൽ ഏജിലേക്കൊക്കെ വരുന്ന സമയത്ത് ഏകദേശം AD 500 തൊട്ട് 1500 വരെ കാലയളവിലേക്ക് വരുന്ന സമയത്ത് ഇതൊരു ചെറിയ രോഗാവസ്ഥയാണ് എന്നുള്ള തിരിച്ചറിവ് കുറച്ച് 1% ആൾക്കാരിലേക്ക് എത്തിയ ഒരു കാലഘട്ടമാണ്. ഒരു സെക്കൻഡ് സൈക്കാട്രിക് റെവല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സൈക്കോ അനാലിസിസ് എത്തി. സൈക്കോ അനാലിസിസ് എന്താണെന്നറിയാമല്ലോ, സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ. സൈക്കോ അനാലിസിസ് എന്ന് പറയുന്ന കാര്യം എന്ന് പറയുമ്പോൾ ഓരോരുത്തർക്കും ഇത്തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങൾ വരുന്നതിന് പിന്നിലൊരു കാരണമുണ്ടെന്നും അത് നമ്മളിപ്പോൾ പറഞ്ഞ ഈ സൈക്കോ തെറാപ്പി പോലുള്ള കാര്യങ്ങളിലൂടെ നമുക്ക് പരിഹരിക്കാൻ പറ്റുമെന്നുള്ള ഒരു ഒരു ലെവലിലേക്ക് കാര്യങ്ങളെത്തി. തേർഡ് സൈക്കാട്രിക് റെവല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൈക്കാട്രിക് ഇൽനസ് ഉള്ള ആൾക്കാരെല്ലാം കൂടെ ഗ്രൂപ്പാക്കിയിട്ട്, ഒരേ പ്രശ്നങ്ങളുള്ള ആൾക്കാരെ ഗ്രൂപ്പാക്കിയിട്ട് അവർക്ക് കെയർ കൊടുക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് എത്തി. അപ്പോൾ അതിനെ മെൻ്റൽ അസൈലം എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുകയും കേൾക്കുകയൊക്കെ ചെയ്തു. അതും കഴിഞ്ഞ് ഫോർത്ത് സൈക്കാട്രി എവാലുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈക്കോ ഫാർമക്കോളജി വന്നു, മരുന്നുകൾ കണ്ടുപിടിച്ചു. അപ്പോൾ സൈക്കോ തെറാപ്പിയുടെ കൂട്ടത്തിൽ മരുന്നുകൾ കൂടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു കംപ്ലീറ്റ് റിക്കവറിയിലേക്ക് മെജോറിറ്റി കേസസും എത്തിക്കാൻ പറ്റുമെന്നുള്ള ഒരു ചിന്തയിലേക്ക് എത്തിച്ചേർന്നു. ക്ലിയർ ആണോ? ക്ലിയർ ആണ് സർ. ഇനി ഇതിൻ്റെ പബ്ലിക് ഹെൽത്ത് മോഡൽ ജെറാൾഡ് കാപ്ലൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഈ ലെവൽസ് ഓഫ് പ്രിവെൻഷനും മറ്റു കാര്യങ്ങളും ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് 1964 ജസ്റ്റ് ആ 2 പോയിന്റ് മാത്രം ഓർത്താൽ മതി. നേരത്തെ ഞാൻ പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി പ്രിവെൻഷന് MRുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് തന്നെ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സമയത്ത് ഇപ്പോൾ ഭയങ്കര കാര്യമായിട്ട് തന്നെ മാനസികാരോഗ്യം എന്നുള്ള രീതിയിൽ ഹെൽത്ത് ടോക്കുകളും ഒക്കെ സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അത് എത്രമാത്രം ആൾക്കാരെ ബാധിക്കുന്നുണ്ടെന്നും അത് പലതരത്തിലുള്ള രോഗാവസ്ഥയിലേക്ക്, പ്രത്യേകിച്ച് ലൈഫ് സ്റ്റൈൽ ഡിസീസിലേക്ക് നയിക്കുന്നുണ്ടെന്നും ഇന്ന് സമൂഹത്തിന് ബോധ്യപ്പെട്ടു. അപ്പോൾ ആ ഒരു സാഹചര്യം കൊണ്ടാണ് അത്തരത്തിലുള്ള അവയർനെസ് ക്യാമ്പയിൻ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ മെൻ്റൽ ഹെൽത്ത് പൂർണ്ണമാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഈ പറയുന്ന ലൈഫ് സ്റ്റൈൽ ഡിസീസ് ലഘൂകരിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇന്നത്തെ കൺസെപ്റ്റ്. ദെൻ സെക്കൻഡറി പ്രിവെൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇത്തരത്തിൽ സൈക്കാട്രിക് ഇൽനസ് ഉള്ള ആൾക്കാരെ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുകയും ട്രീറ്റ് ചെയ്യുകയും ചെയ്യുക. അങ്ങനെ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്യൂറബിൾ സ്റ്റേജിലേക്ക് എത്തിക്കാൻ പറ്റും എന്നുള്ളതാണ്. ടെറിഷറി പ്രിവെൻഷൻ എന്ന് വെച്ചാൽ എന്താണ്? മാറ്റം വരുത്താൻ പറ്റാത്ത പഴകിയ ഷിസോഫ്രീനിയ പോലുള്ള കേസുകൾ റീഹാബിലിറ്റേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുക. ഇനി അടുത്തത് മോഡൽസ് ഓഫ് ഗ്രീഫാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കബ്ലർ റോസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഇത് കൊണ്ടുവന്നത് 1970. ഇപ്പോൾ സപ്പോസ് ഒരു വീട്ടിലൊരു മരണം സംഭവിച്ചു. ആദ്യം സംഭവിക്കുന്ന ആ മരണ വാർത്ത ഏറ്റവും അടുത്ത ബന്ധു അറിയുന്ന സമയത്ത് നമ്മൾ സിനിമയിലൊക്കെ കാണുന്നത് നോ എന്നും പറഞ്ഞ് നിലവിളിക്കും. നിങ്ങൾ എന്നെ പറ്റിക്കാൻ പറയുകയാണ്, ഞാൻ വിശ്വസിക്കില്ല. ഈ സാഹചര്യമാണ് ഡിനയിൽ. അടുത്ത ഘട്ടം എന്താണ്? എന്ത് പറഞ്ഞാലും ഏത് പറഞ്ഞാലും ഇവർക്ക് ദേഷ്യമായിരിക്കും. അവരെല്ലാവരെയും കുറ്റപ്പെടുത്തും, ദൈവത്തെ കുറ്റപ്പെടുത്തും. ഇന്നലെ അവരെ വിളിച്ചുകൊണ്ടിരുന്ന ദൈവത്തെയും ഇന്നലെ അവരെ കൂടെ നിന്ന ആൾക്കാരെ എല്ലാം ചീത്ത പറയും. അടുത്ത മൂന്നാമത്തെ സ്റ്റേജ് ബാർഗൈനിങ് ആണ്. അവിടെ നെഗോഷിയേഷൻ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പോയൊരു പോയി, ഇനി നമുക്ക് ജീവിച്ചല്ലേ പറ്റൂ, നമുക്കും കയറി ഇപ്പോൾ അങ്ങ് ചാവാൻ പറ്റൂ, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. ഇതാണ് ബാർഗൈനിങ്. അടുത്ത ഡിപ്രഷൻ. അതിനകത്തൊരു റിയാക്റ്റീവ് ഗ്രീഫ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇന്നലെ വരെ ചെയ്തുകൊണ്ടിരുന്ന ചില കാര്യങ്ങൾ ചെയ്യത്തില്ല. എല്ലാ ദിവസവും കുളിച്ച് അമ്പലത്തിൽ പോയിക്കൊണ്ടിരുന്ന വ്യക്തി ഇപ്പോൾ അമ്പലത്തിൽ പോകുന്നില്ല. അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു റിയാക്ഷൻ വർക്കൗട്ടായി കുറേ കാലം ഇങ്ങനെ പോകും. ദെൻ അക്സെപ്റ്റൻസ് ആണ്. ഏകദേശം 6 മാസം 1 വർഷം കഴിയുമ്പോഴത്തേക്ക് ഈ ഒരു ഫാക്റ്റിനെ അക്സെപ്റ്റ് ചെയ്യുന്നു. വീണ്ടും പഴയ ലൈഫിലേക്ക് അവർ മുന്നോട്ട് പോകും. ഇത്രയും കാര്യങ്ങൾ ഇതിനെ ഡാബ്ഡ എന്നാണ് നമ്മൾ പറയുന്നത്. ഇതിനെ നമുക്ക് മോഡൽസ് ഓഫ് ഗ്രീഫ് എന്ന് പറയാം. ഇത് കബ്ലർ റോസ് പറഞ്ഞ ഒരു സംഭവമാണ്. ഇത് ടിപ്പിക്കലാണ്. വേറൊരാൾ പറഞ്ഞിട്ടുണ്ട്, അതുകൂടി ഞാൻ കാണിച്ചു തരാം. ക്ലിയർ ആയോ ഈ പറഞ്ഞ കാര്യം? ക്ലിയർ ആണ് സർ. ആ ദെൻ ജോൺ ബൗൾബി പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ 4 സ്റ്റേജായിട്ട് ബന്ധപ്പെട്ടാണ്. ഇപ്പോൾ ഇനിയൊരു കാര്യം കേൾക്കുന്ന സമയത്ത് 2 തരത്തിൽ പ്രതികരിക്കാം. ഒന്നുകിൽ ഈ പറഞ്ഞ കൂട്ട് ഒരു പ്രൊട്ടസ്റ്റ്, അത് അംഗീകരിക്കാതെ ബഹളം വെക്കാം. രണ്ടാമത്തെ നംനെസ്, ഒരു അനക്കവുമില്ല. ചില ആൾക്കാരെ പറ്റി പറയത്തില്ലേ,
ആ വിഷയം പറഞ്ഞു, ഒന്നും മിണ്ടിയില്ല. പക്ഷെ എല്ലാം മുഖത്ത് പ്രകടമായിരുന്നു എന്നൊക്കെ ആൾക്കാർ പറയും. പിന്നെ ഒരു ഡിസിക്ലിബ്രിയമാണ്. ഇത് കേട്ടതിന് ശേഷം കസേരയിൽ നിന്ന് എഴുന്നേറ്റ് അങ്ങ് വീഴാൻ പോവോ? ഒരു സമനില തെറ്റിപ്പോയി. അടുത്ത സ്റ്റേജ് ഡിസോർഗനൈസേഷൻ ആൻഡ് ഡെസ്പെയർ ആണ്. രാവിലെ ആവുന്നു, എഴുന്നേൽക്കുന്നില്ല, പല്ല് തേക്കുന്നില്ല, കഴിക്കുന്നില്ല, കുളിക്കുന്നില്ല, പോകുന്നില്ല, ഈ അവസ്ഥ. ദെൻ സ്റ്റേജ് 4 റീഓർഗനൈസേഷൻ. പതുക്കെ പതുക്കെ ഇത് ചെയ്തു തുടങ്ങും. അത് കിട്ടിയോ? ക്ലിയർ ആണോ? ക്ലിയർ ആണ് സർ. ഇനി അടുത്ത കോമൺ സൈക്കാട്രിക് എമർജൻസീസ് നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഓരോന്നുമാണ്. ഒന്ന് വയലൻസ്, മാനിയായിട്ട് ബന്ധപ്പെട്ടാണ്. പാനിക് അറ്റാക്ക് ആൻസൈറ്റി ആയിട്ട് ബന്ധപ്പെട്ടാണ്. ഹിസ്റ്റീരിയ, അറ്റൻഷൻ സീക്കിംഗ് ബിഹേവിയർ നമ്മൾ പറഞ്ഞു. അതുമായിട്ട് ബന്ധപ്പെട്ട സീഷർ പോലുള്ള കാര്യങ്ങളും വരാറുണ്ട്. ദെൻ ഡെലീരിയൻ ട്രമൻസ് ആൽക്കഹോൾസുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. പിന്നെ സൈക്കാട്രിക് മെഡിക്കേഷൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള സൈഡ് എഫക്റ്റുകൾ. ഈ സൈക്കാട്രിക് എമർജൻസീസ് എന്ന് പറയുമ്പോൾ ഇമ്മീഡിയറ്റ് അറ്റൻഷൻ വരേണ്ട സൈക്കാട്രിക് കണ്ടീഷൻസ് ആണ് ഈ പറയുന്നത്. ഒരു സൈക്കാട്രിക് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നു, അത് ഏതെങ്കിലും ഒരു തരത്തിലുള്ള സൈഡ് എഫക്റ്റ് ഉണ്ടാക്കുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവിടെ ഉടൻ തന്നെ ഒരു സൈക്കാട്രിസ്റ്റിനെ കണ്ടിരിക്കണം. ആ സാഹചര്യമാണ് സൈക്കാട്രിക് എമർജൻസീസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെയും നമ്മൾ അങ്ങനെ കാണേണ്ട സിറ്റുവേഷൻ ഉണ്ട്. അടുത്തത് കാറ്ററ്റോണിക് സ്റ്റൂപ്പർ. കാറ്ററ്റോണിക് സ്റ്റൂപ്പർ എന്ന് വെച്ചാൽ അനക്കമില്ല, ശരീരത്തിന് ഒരു ഒരു സിമ്പിൾ മൂവ്മെന്റ് പോലും നമ്മൾ കാണുന്നില്ല, മിണ്ടുന്നുമില്ല, വളഞ്ഞുകൂടിയും കിടക്കുകയാണ്. ഈ വ്യക്തിയെ നെഗ്ലക്റ്റ് ചെയ്തിട്ട് നിങ്ങൾ ജോലിക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ മറ്റു കാര്യങ്ങളിലൊക്കെ പോയാൽ വൈകിട്ട് വരുമ്പോഴത്തേക്ക് പുള്ളി തൂങ്ങി നിൽക്കുന്നതാണ്. ഇതിന്റെ അടുത്ത സ്റ്റേജ് സൂയിസൈഡ്. അടുത്തത് അറ്റംപ്റ്റഡ് സൂയിസൈഡ് ആണ്. അതൊരു സൈക്കാട്രിക് എമർജൻസിയാണ്. അറ്റംപ്റ്റഡ്, ശ്രമം നടത്തി പരാജയപ്പെട്ടു. അപ്പൊ പിടികിട്ടിയല്ല, എല്ലാത്തിനെ പറ്റി നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ക്രൈസിസ്. നമുക്ക് ഓരോരുത്തർക്കും ലൈഫിൽ ഓരോരോ പ്രശ്നങ്ങൾ വരാറുണ്ട്. പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് നമ്മുടെ യൂഷ്വൽ കോപ്പിംഗ് മെക്കാനിസം വെച്ച് നമ്മളത് റിസോൾവ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. മനസ്സിലായല്ലോ? ഓരോ പ്രശ്നം വരുന്ന സമയത്ത് ആ പരീക്ഷ കിട്ടിയില്ല, ആ കുഴപ്പമില്ല, അടുത്തതിന് എഴുതാം, എല്ലാവരും എനിക്കിങ്ങനെയാ, അടുത്തതിനൊന്ന് പഠിച്ച് നോക്കാം, കിട്ടുമായിരിക്കും, പലർക്കും കിട്ടിയല്ലോ, കിട്ടിയില്ലെന്ന് പറഞ്ഞ് ഇന്ന ആൾക്കാർ ജീവിക്കുന്നില്ലേ, എല്ലാവരും PSC ജോലി കിട്ടിയാൽ മാത്രമേ ജീവിക്കത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നമ്മളെ സമാധാനിപ്പിക്കുന്നു. സ്വാഭാവികമായിട്ടും അതില്ലാതെ ആ ഒരു പ്രശ്നം കുറേ ദിവസം കഴിയുമ്പോൾ അങ്ങ് മാറുന്നു. പക്ഷേ ഇത് കോപ്പി മെക്കാനിസം വർക്കൗട്ട് ആവുന്നില്ല. നമുക്ക് പിന്നീട് ഒന്നിനോട് ഒരു താല്പര്യമില്ല. കുറേ ദിവസം പഠിക്കാനും താല്പര്യമില്ല, അമ്പലത്തിൽ പോകാനും താല്പര്യമില്ല, പിള്ളേരുടെ കാര്യങ്ങൾ നോക്കുന്നില്ല, ആ ഒരു സാഹചര്യം. അപ്പോൾ അവിടെയാണത് ക്രൈസിസ് ആയിട്ട് മാറുന്നത്. ഇത്രയും ക്രൈസിസ് ഉണ്ട്, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സിറ്റുവേഷൻ തരും, ഏത് ക്രൈസിസ് ആണെന്ന് നമ്മൾ എഴുതണം. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ സർ. ഇനി ഞാൻ ഓരോന്ന് പറയാൻ പോവാണ്. ആദ്യത്തെ ഡിസ്പൊസിഷണൽ ക്രൈസിസ്. ഇത് പുറത്തുനിന്ന് വരുന്ന ഒരു സ്ട്രെസ്സാണ്. ഇത്രയേ ഉള്ളൂ. ഞാനും, താങ്കളുടെ പേരെന്തായിരുന്നു? ഐശ്വര്യ അല്ലേ? ഐശ്വര്യയും ഒരു പരീക്ഷ എഴുതി, രണ്ടുപേരും പരാജയപ്പെട്ടു. ഞാൻ പോരാന്ന് പറഞ്ഞു. പോരാ. അപ്പൊ എന്താ നമ്മൾ പറഞ്ഞേ? നമ്മൾ രണ്ടുപേരും പരീക്ഷ എഴുതി, നമ്മൾ രണ്ടുപേരും തോറ്റു. ഓക്കെ, നിങ്ങൾ അക്യൂട്ട് ഡിപ്രഷനിൽ പോയി. ഞാനത് മൈൻഡ് ചെയ്യുന്നില്ല, പിറ്റേന്ന് സിനിമയ്ക്കും പോയി അടിച്ചു പൊളിച്ചു പോകുന്നു. ഇവിടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽ ഡിഫറൻസ് ആണ്, അതാണ് നോട്ട് ചെയ്യേണ്ടത്. ഒരേ സിറ്റുവേഷനിൽ നമുക്ക് രണ്ടുപേർക്കും ഉണ്ടായത്. നിങ്ങൾ എഴുന്നേൽക്കുന്നില്ല, മറ്റു കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല, ആരോടും മിണ്ടുന്നില്ല, ഞാനാണ് അടിച്ചു പൊളിച്ചാണ്. ഇത്തരത്തിലുള്ള ക്രൈസിസിനെയാണ് ഡിസ്പൊസിഷണൽ ക്രൈസിസ്. അത് ഇൻഡിവിജ്വൽ ഡിഫറൻസ് അനുസരിച്ചായിരിക്കും ആ വ്യക്തിയെ അത് അറ്റാക്ക് ചെയ്യുന്നതെന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആണ് ശരി. സർ. ഇനി അടുത്തത് ക്രൈസിസ് ഓഫ് ആൻറ്റിസിപ്പേറ്റഡ് ലൈഫ് ട്രാൻസിഷൻ. ഇതിനകത്ത് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇപ്പം നാളെ തൊട്ട് സ്കൂളിൽ പോകണം, കൊച്ചിന് ഇന്ന് തൊട്ട് ടെൻഷനായി തുടങ്ങി. ഓക്കെ, അല്ലെങ്കിൽ ഒരാഴ്ച മുമ്പ് തൊട്ട് ടെൻഷനായി തുടങ്ങി. അവൻ പഴയ പോലെ ചിരിക്കുന്നില്ല, കളിക്കുന്നില്ല.
മനസ്സിലായോ? അടുത്ത ആഴ്ച തൊട്ട് ഹോസ്റ്റലിൽ പോകണം. അവിടെ റാഗിങ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. 10 18 വയസ്സുള്ള കുട്ടിയാണെങ്കിലും അതിനെപ്പറ്റി ആലോചിച്ച് ചിന്തിച്ച് പേടിച്ച് ഇരിക്കുന്ന സാഹചര്യം. ഇതാണ് ക്രൈസിസ് ഓഫ് ആൻറ്റിസിപ്പേറ്റഡ് ലൈഫ് ട്രാൻസിഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണല്ലോ? അതിനെ ആൻറ്റിസിപ്പേറ്റ് ചെയ്യാം. ഇനി അടുത്തതാണ് ക്രൈസിസ് റിസൾട്ടിങ് ഫ്രം ട്രോമാറ്റിക് ഈവൻറ്റ്സ്. എന്താണ് ഈ ട്രോമാറ്റിക് ഈവൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ? അത് പുറത്തുനിന്ന് വരുന്നതാണ്. ഇത് 2 തരത്തിലുണ്ട്. സോഷ്യൽ ക്രൈസിസും ഉണ്ട്, അഡ്വെൻറ്റീഷ്യസ് ക്രൈസിസും ഉണ്ട്. രണ്ടും നല്ല രീതിയിൽ തിരിച്ചറിഞ്ഞോണേ. സോഷ്യൽ ക്രൈസിസിനകത്ത് തന്നെ വരുന്ന ഒരു സംഭവം ഈ അഡ്വെൻറ്റീഷ്യസ് ക്രൈസിസും. സോഷ്യൽ ക്രൈസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയ ഗ്രൂപ്പിനെ ബാധിക്കുന്ന ഒരു വലിയ ഗ്രൂപ്പിനെ ബാധിക്കുന്ന ഒരു സാഹചര്യം. ഒന്ന് വിലക്കയറ്റം. ഓക്കെ, വില കൂടി അങ്ങ് പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു വലിയ ഗ്രൂപ്പിന് ചിലപ്പോൾ ജീവിക്കാനുള്ള കാര്യങ്ങൾ പോലും കണ്ടെത്താൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാകും. അടുത്ത ഈ സോഷ്യൽ കോൺഫ്ലിക്റ്റ് ഒക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ റിലിജിയൻ, 2 മതങ്ങൾ തമ്മിലുള്ള വഴക്ക്, അല്ലെ 2 കമ്മ്യൂണിറ്റികൾ തമ്മിലുള്ള അടി, ഇതൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ക്രൈസിസിനെയാണ് സോഷ്യൽ ക്രൈസിസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഹലോ? ക്ലിയർ ആണ് സർ. ഞാൻ അടുത്ത ഒരു കാര്യം കൂടി സോഷ്യൽ ക്രൈസിസിലേക്ക് എത്തിക്കാറുണ്ട്. എന്താണെന്നറിയാം? പ്രളയം, അല്ലെങ്കിൽ നമ്മുടെ വയനാട് ചൂരൽമലയിലൊക്കെ സംഭവിച്ച കൂട്ടുള്ള ഉരുൾപൊട്ടൽ. ഈ അഡ്വെൻറ്റീഷ്യസ് ക്രൈസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു മീനിങ് ഉണ്ട്. അൺഎക്സ്പെക്റ്റഡ്. എന്താ, തലേദിവസം രാത്രി ഇതും പ്രതീക്ഷിച്ചാണ് അവർ കിടന്നേ ഇങ്ങനെ സംഭവിക്കുമെന്ന്? അല്ല. ഒരു തരത്തിലും പ്രഡിക്ഷൻ ഇല്ലാതെ ഒരു കാര്യം സംഭവിക്കുന്നു, അത് വലിയൊരു ഗ്രൂപ്പിനെ ബാധിക്കുന്നതിനെയാണ് അഡ്വെൻറ്റീഷ്യസ് ക്രൈസിസ് എന്ന് സ്പെസിഫിക് ആയിട്ട് പറയുന്നത്. ഇത് ഒരു ടൈപ്പ് ഓഫ് സോഷ്യൽ ക്രൈസിസ് തന്നെ. പക്ഷേ സോഷ്യൽ ക്രൈസിസിനകത്ത് ഞാൻ ലിസ്റ്റ് ചെയ്ത ചില കാര്യങ്ങളുണ്ടല്ലോ, സോഷ്യൽ കോൺഫ്ലിക്റ്റ്, വിലക്കയറ്റം, ആ കാര്യങ്ങളൊന്നും അഡ്വെൻറ്റീഷ്യസ് ക്രൈസിസ് അല്ല. ക്ലിയർ ആയോ? ഹലോ, മനസ്സിലായോ? മനസ്സിലായി സർ. ഓക്കെ. അപ്പോൾ അഡ്വെൻറ്റീഷ്യസ് ക്രൈസിസിൻ്റെ ഈ സോഷ്യൽ ക്രൈസിസിനകത്ത് തന്നെ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സംഭവിക്കുന്ന ഈവൻറ്റ്സ്, അതിനെയാണ് അഡ്വെൻറ്റീഷ്യസ് ക്രൈസിസ് എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മൾ കണ്ടതും കേട്ടതുമായിട്ടുള്ള കാര്യങ്ങളാണല്ലോ. ഇനി അടുത്ത സിറ്റുവേഷണൽ ക്രൈസിസ് ആണ്. ഇതിനകത്ത് ഒറ്റ കാര്യമേ ഉള്ളൂ, ഇൻഡിവിജ്വലാണ്. സൊസൈറ്റി ഉണ്ടോ? ഇൻഡിവിജ്വൽ എക്സ്പോഷറാണ്. സെക്ഷൽ അസാൾട്ട്, RTA, റോഡ് ട്രാഫിക് ആക്സിഡൻറ്റ് പോലുള്ള കാര്യമാണ് മോസ്റ്റ് കോമൺ. ഇനി അടുത്ത മെച്ചുറേഷൻ അല്ലെങ്കിൽ ഡെവലപ്മെന്റൽ ക്രൈസിസ്. എന്തൊക്കെയാവും? പുബർട്ടിയിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്തുണ്ടാകുന്ന ഒരു ടെൻഷൻ ഉണ്ടല്ലോ കുട്ടികൾക്ക്, വീട്ടിൽ എങ്ങനെ ബിഹേവ് ചെയ്യണം, പരിഗണന എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. പെട്ടെന്നൊരു അമ്മയാകുന്നു, അച്ഛനാകുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഓൾഡ് ഏജിലേക്ക് എത്തുന്ന സമയത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ. ഇത് മെച്ചുറേഷനിലാണ്, അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ്, ജീവിത സൈക്കിളിൽ സംഭവിച്ചു പോകുന്ന കാര്യമാണ്. അത് ചില ആൾക്കാർ ക്രൈസിസിലേക്ക് എത്തിക്കാറുണ്ട്. അഡോളസൻ്റെ വലിയ ഇഷ്യൂ ആണ്. ഇന്നലെ വരെ വലിയ ഹാപ്പി ആയിരുന്നു അവൻ, പക്ഷെ ഇപ്പോൾ കുറേ കാലമായിട്ട് ആരോടും മിണ്ടുന്നില്ല, റൂമിനകത്ത് കയറിയെന്ന് മൊബൈൽ കാണും, അത്രയേ ഉള്ളൂ. എന്താ കാര്യമെന്ന് അറിഞ്ഞുകൂടാ. ഇങ്ങനെയൊക്കെയാണ് കൗൺസിലിങ്ങിന് വേണ്ടി കൊണ്ടുവരുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആണ് സർ. ഇനി അടുത്ത ക്രൈസിസ് റിഫ്ലക്റ്റിംഗ് സൈക്കോപത്തോളജി. അതിൻ്റെ പിന്നിൽ സൈക്കോപത്തോളജി ഉണ്ടെന്ന് അർത്ഥം. സാധാരണയായിട്ട് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി, ഞാൻ അന്നേരം പറഞ്ഞൊരു കാര്യം, ഓവർ സെൻസിറ്റീവാണ്. ചെറിയൊരു കാര്യം പറഞ്ഞാൽ മതി, നീ എന്താ താമസിച്ച് വന്നത് എന്ന് ചോദിക്കുന്നേ ഉള്ളൂ. കയ്യിലിരിക്കുന്ന മൊബൈൽ എടുത്ത് തറയിലടിച്ച്. മനസ്സിലായല്ലേ? അത്തരത്തിലുള്ള ഒരു ബിഹേവിയറാണ് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റിയിൽ സംഭവിക്കുന്നത്. അത് താങ്ങാൻ പറ്റിയില്ല. ദെൻ സിവിയർ ന്യൂറോസിസ് ഉള്ള കേസുകൾ. സിവിയർ ന്യൂറോസിസ് എന്ന് വെച്ചാൽ ആൻസൈറ്റി ഡിസോർഡർ തന്നെ. ഷിസോഫ്രീനിയ ഉള്ള ആൾക്കാർ, അവർക്ക് ക്രൈസിസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും, പെട്ടെന്നായിരിക്കും. ചെറിയ സിറ്റുവേഷൻസ് തന്നെ, സാധാരണ ആൾക്കാർ ആ ഒരു ലെവലിലേക്ക് പോകാത്ത സിറ്റുവേഷൻ തന്നെ ഇവരെ ആ സിറ്റുവേഷനിൽ എത്തിക്കും. ഇനി അടുത്തത് ക്ലാസ് കളഞ്ഞിട്ട് പോവാനും പറ്റൂല, കാര്യമായി പരീക്ഷ അടുത്തല്ലോ.
ഹലോ. അടുത്തത് എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓരോ പ്രായത്തിലും ഓരോ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. നമുക്ക് 36 വയസ്സിനുള്ളിൽ ഒരു PSC ജോലി കിട്ടണം. അത് കഴിഞ്ഞാൽ അത് നടക്കൂ? നടക്കത്തില്ല. അപ്പോൾ ആ പ്രായത്തിനോട് തത്തുല്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ പറ്റാത്ത ഒരവസ്ഥയിൽ ഉണ്ടാകുന്ന ഒരു ക്രൈസിസിനെയാണ് എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ് എന്ന് പറയുന്നത്. പിടികിട്ടിയോ? ഡീറ്റി ഒരു സർ. 35 വയസ്സിനുള്ളിൽ കല്യാണം കഴിക്കണം, നടന്നില്ല. ഒരു 25 വയസ്സിനുള്ളിൽ പഠനം കംപ്ലീറ്റ് ചെയ്യണം, നടന്നില്ല. അത്രേ ഉള്ളൂ. ഓക്കെ. ഇതോടുകൂടി ഓൾമോസ്റ്റ് ടോപ്പിക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുകയാണ്. സൈക്കാട്രിയായിട്ട് ബന്ധപ്പെട്ട് ഒരു പരിധിവരെ വളരെ ഡെപ്തിൽ തന്നെയാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. മനസ്സിലായല്ലേ? അപ്പം നിങ്ങൾ ഇത് ഇവിടെ പ്രയോജനപ്പെടുത്താൻ പറ്റിയില്ലെങ്കിലും നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും പിന്നെ ഇപ്പോൾ RRBയുടെ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അല്ലേ? മൊത്തം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഇതിൻ്റെ നോട്ട്സ് ഒക്കെ എഴുതി വെച്ച് പിന്നീട് അത് പഠിച്ചെടുത്താൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന ഒരു ലെവലിലേക്ക് പോകാൻ പറ്റും. അപ്പം ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കാര്യം കൂടി ഒന്ന് പറയാനുള്ളത്, ഈ സൈക്കാട്രിയായിട്ട് ബന്ധപ്പെട്ട് നെസ്സിൻ ട്യൂട്ടറിൻ്റെ ഒരു എക്സാമിനേഷന്, അത് ഏറ്റവും അപ്ഡേറ്റഡ് വെർഷനിൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യനാണ്. നമ്മൾ ഈ ഡീജാവു ഫിനോമിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഡീജാവു ഓർമ്മയുണ്ടോ? ഡീജാവു ഡീജാവു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമില്ല, ഓൾറെഡി സീൻ എന്ന് തോന്നിപ്പോകുന്ന ഒരു അവസ്ഥയാണ്. ഇവിടുന്ന് നിങ്ങളെ ഞാനൊരു യാത്ര കൊണ്ടുപോയി, ലേ ലഡാക്കിൽ കൊണ്ടുപോയി എന്ന് കരുതുക. നിങ്ങളവിടെ പോയിട്ടൊന്നുമില്ല. അവിടെ കൊണ്ടുവന്ന് വളരെ സന്തോഷത്തോടു കൂടി ഞാൻ ആ പ്രദേശം കാണിച്ചു തരികയാണ്. അപ്പോൾ നിങ്ങൾ പറയുകയാണ്, ഇത് നമ്മൾ പണ്ടേ കണ്ടിട്ടുള്ള ഒരു സ്ഥലം പോലെ തോന്നുന്നത്. തീർന്നില്ലേ? നിങ്ങൾ ജീവിതത്തിൽ കണ്ടിട്ടില്ല, പക്ഷെ നിങ്ങൾ അത് കണ്ടിട്ടുള്ള രീതിയിലാണ് പ്രതികരിക്കുന്നത്. ആ ഒരു സംഭവമാണ് ഡീജാവു എന്ന് പറയുന്നത്. ഇതിന്റെ നേരെ ഓപ്പോസിറ്റാണ് ജാമിയാസ് വ്യൂ. നിങ്ങളുടെ വീട്ടുകാർ നിങ്ങളെ അപ്പുറത്തെ കുട്ടിക്കാലം തൊട്ട് കളിച്ച് നടക്കുന്ന ഗ്രൗണ്ടിൽ കൊണ്ടുപോയി കാണിച്ചു, നിങ്ങൾക്ക് ഒരു പരിചയവും തോന്നില്ല. ആ അവസ്ഥയാണ് എന്ത്? ജാമിയാസ് വ്യൂ എന്ന് പറയുന്നത്. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ്. ക്ലിയർ ആണല്ലോ? ഇനി അടുത്തത് ഡിജ പെൻസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. ഡിജ എന്ന് പറഞ്ഞാൽ DEJA, പെൻസ് PENSC. ഈ ഒരു ക്വസ്റ്റ്യൻ ആ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സാർ ഒന്നും കൂടി പറയോ? കേട്ടില്ല. ഡിജ, DE, ഞാൻ എഴുതിത്തരാം. കഴിഞ്ഞ നെസ്സിൻ ട്യൂട്ടർ പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ക്വസ്റ്റ്യനാണ്. ഓക്കെ. എന്താ സംഭവം എന്നറിയാമോ? ഡിജ പെൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമില്ല, നമ്മുടെ മനസ്സിലേക്ക് ഒരു പുതിയ ആശയം വന്നെന്ന് കരുതുക. ഓക്കെ, പുതിയൊരു ആശയം വന്നു. പക്ഷെ ആ ഒരു പുതിയ ആശയത്തെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്, ഞാൻ കുറേ കാലമായിട്ട് ഇതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതാണ് എന്നുള്ള രീതിയിലാണെങ്കിൽ, ഓൾറെഡി തോട്ട്, ഞാൻ ഓൾറെഡി ചിന്തിച്ച കാര്യമാണ് എൻ്റെ മനസ്സിൽ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള രീതിയിലാണ് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതെങ്കിൽ അതിനെ ഡിജാപ്പെൻസ് എന്ന് പറയാം. ഇപ്പൊ പിടികിട്ടിയോ? കാര്യം മനസ്സിലായോ? ക്ലിയർ ആയോ? ക്ലിയർ ആണ് സർ. ശരി. ഇനി ഒരു കാര്യം കൂടി, ഇതേ പരീക്ഷയ്ക്ക് ചോദിച്ചത് ഇതായിരുന്നു. ഇനി ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു സാധനം, ഡിജ എൻഡു ENGENDU, എൻഡു. ഇതെന്താണെന്നറിയോ? നമ്മളൊരു പുതിയ മ്യൂസീഷ്യൻ്റെ ആദ്യമായിട്ട് നമ്മുടെ മുന്നിൽ ഒരു മ്യൂസീഷ്യൻ പാടുവാണെന്ന് കരുതുക. പുതിയ ഒരാളാണ്.
നമ്മൾ ഗാനമേളയ്ക്ക് പോകുന്നു. ആ സൗണ്ട് കേൾക്കുമ്പോൾ നമ്മൾ പറയുകയാണ്, ആദ്യമായിട്ടാണ് പാടുന്നത്, ആദ്യമായിട്ടാണ് കേൾക്കുന്നത്, നമ്മൾ പറയുകയാണ് ഞാനിത് ഓൾറെഡി കേട്ടിട്ടുള്ളതാണ്, പലയിടത്ത് കേട്ടിട്ടുണ്ട്, റേഡിയോയിൽ കേട്ടിട്ടുണ്ട്, ടി വി കേട്ടിട്ടുണ്ട്, യൂട്യൂബിൽ കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ സൗണ്ടിനോടൊരു ഫെമിലാരിറ്റി കാണിക്കുക. ഓൾറെഡി കേട്ടിട്ടുണ്ട് എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നു. അപ്പം ഇതുകൂടെ ഒന്ന് പഠിച്ചു വെച്ചേക്കും. അങ്ങ് ഒരു പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ട് ഞാനതങ്ങ് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ RRB പരീക്ഷ എഴുതുന്ന ആൾക്കാർ തീർച്ചയായിട്ടും പിന്നെ ഇതിൻ്റെ ഏതാണ് മാരത്തോൺ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്, അതുകൂടി കറക്റ്റായിട്ടും കംപ്ലീറ്റ് ചെയ്ത് കോൺഫിഡൻ്റ് ആയിട്ട് പരീക്ഷ എഴുതുക. ഓക്കെ. വേറെ എന്തെങ്കിലും ഉണ്ടോ കാര്യങ്ങൾ പറയാനുണ്ടോ? അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. കാണാം. എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ഇട്ടിരുന്നാൽ മതി. ഓക്കെ. ഓക്കെ, താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു.